വെൽക്കം എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷൻ, എങ്ങനെയാണ് ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്യുന്നത്, എങ്ങനെ ഏത് രീതിയിലൊക്കെ ക്ലാസിഫൈ, ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ്, അവരുടെ ഗ്രോത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ അനുസരിച്ച് ഏത് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ദെൻ ബാക്ടീരിയൽ സ്ട്രക്ചർ, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സെൽ വോൾ എങ്ങനെയാണ്, നെഗറ്റീവിൻ്റെ സെൽ വോൾ എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം MCQs എല്ലാം എല്ലാവരും തെറോ ആയിട്ട് വർക്കൗട്ട് ചെയ്ത് പോവുക. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിനുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പം ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൾച്ചർ മീഡിയയും മെത്തേഡ്സും ആണ്. ഓക്കെ, കൾച്ചർ മീഡിയ. എന്താ കൾച്ചർ മീഡിയ? കൾച്ചർ മീഡിയ മീൻസ് മീഡിയാസ്, അതായത് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നത് നമുക്ക് ന്യൂട്രിയൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേമാതിരി ഓർഗാനിസംസ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഗ്രോത്തിന് വേണ്ടിയിട്ട് ന്യൂട്രിയൻസ് കിട്ടിയാൽ മാത്രമേ അവരും സർവൈവ് ചെയ്യുള്ളൂ, ഗ്രോ ചെയ്യുള്ളൂ, മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ ഈ നോർമലി ഓർഗാനിസംസ്, അതിപ്പോൾ സാപ്രോഫൈറ്റിക് ആയിക്കോട്ടെ, കമൻസൽ ആയിക്കോട്ടെ, പാരസൈറ്റ്സ് ആയിക്കോട്ടെ, ഏതായാലും അവരുടെ ലിവിങ് ഹാബിറ്റ്സിനനുസരിച്ച് അവർ എവിടെയാണോ അവർ സർവൈവ് ചെയ്യുന്നത് അവിടെ നിന്നുള്ള ന്യൂട്രിയൻസ് അവർ അബ്സോർബ് ചെയ്യും. ആ ന്യൂട്രിയൻസ് യൂട്ടിലൈസ് ചെയ്തിട്ട് മാത്രമാണ് അവർ സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൾച്ചർ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുള്ളൊരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റ്. ഇപ്പോൾ പ്ലാന്റ് നോർമലി സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും, പക്ഷേ ഹ്യൂമൻ ബീയിങ്സിന് എങ്ങനെയാണ് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. നമ്മൾ എന്താണ് പ്ലാന്റ്സിനെയും അനിമൽസിനെയും മറ്റ് പ്രോഡക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നത്. അതേമാതിരി ഈ ഓർഗാനിസംസ് നോർമലി അവർ ഫുഡ്, ഇപ്പോൾ പാരസൈറ്റ്സ് ആണെങ്കിൽ ഒരു ഓർഗാനിസത്തിൽ ഏത് ഓർഗാനിസത്തിലാണോ അവർ സർവൈവ് ചെയ്യുന്നത് അവരുടെ ന്യൂട്രിയൻസ് അവർ അപ്ടേക്ക് ചെയ്യും. അല്ല കമൻസ് സാപ്രോഫൈറ്റ്സ് ആണെങ്കിൽ ഈ ഡെഡ് ഡീക്കേയിങ് മാറ്ററിലായിരിക്കും അവർ സർവൈവ് ചെയ്യുക. അവിടെ നിന്ന് അവർ എന്ത് ചെയ്യും? അവരുടെ ന്യൂട്രിയൻസ്, അവർക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒബ്റ്റെയിൻ ചെയ്യും. പക്ഷേ നമുക്കിപ്പോൾ ഒരു ഓർഗാനിസത്തിന്, നമുക്ക് ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രോ ചെയ്യിക്കണം എങ്കിൽ നമുക്ക് അവർക്ക് വേണ്ട ന്യൂട്രിയൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അവർ ഗ്രോ ചെയ്യുള്ളൂ. അങ്ങനെ ആ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മീഡിയാസിനെയാണ് നമ്മൾ കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. കൾച്ചർ മീഡിയ മീൻസ് മീഡിയംസ് ദാറ്റ് പ്രൊവൈഡ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആൻഡ് മിനറൽസ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ദാറ്റ് ഈസ് നോൺ ആസ് കൾച്ചർ മീഡിയ. മെയിൻ ആയിട്ട് എന്തിനായി കൾച്ചർ മീഡിയാസ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കൾച്ചർ മീഡിയാസ്, അതായത് എന്തിനാണ് കൾച്ചർ ചെയ്ത് ഒരു ഓർഗാനിസത്തിന് എന്തിനു ഗ്രോ ചെയ്യിക്കണം? ഇപ്പം നമ്മുടെ ബോഡിയിൽ, ഇപ്പോൾ ഒരാളുടെ ബോഡിയിൽ ഒരു ഓർഗാനിസം കയറി, അയാൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായി, ഇപ്പം നമുക്കത് ഏത് ഓർഗാനിസം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് അവരെ നമുക്ക് പുറത്ത് വളർത്തി, അയാളുടെ ബോഡിക്ക് ഉള്ളിലിരിക്കുന്ന ഓർഗാനിസത്തിന് നമുക്ക് ആസിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കുക, എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ആർട്ടിഫിഷ്യലി ഗ്രോ ചെയ്യണം. അതായത് ഔട്ട്സൈഡ് ദ ബോഡി, ഇൻവിട്രോ നമ്മൾ ഗ്രോ ചെയ്യണം. ലാബ് എൻവയോൺമെന്റ്, ലബോറട്ടറി എൻവയോൺമെന്റിൽ നമ്മൾ ഗ്രോ ചെയ്യിച്ചിട്ട് വേണം അവരുടെ നേച്ചർ എങ്ങനെയാണ്, ഏത് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്, ഇത് ഗ്രാം പോസിറ്റീവ് ഓർ ഗ്രാം നെഗറ്റീവ്, അല്ലെങ്കിൽ ഇതൊരു ഫംഗൈ ആണോ, എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് കൾച്ചർ മെത്തേഡ്സ് അല്ലെങ്കിൽ കൾച്ചർ മീഡിയാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് കൾച്ചർ മൈക്രോ ഓർഗാനിസംസ് ഇസ് എസെൻഷ്യൽ ഫോർ ഡയഗ്നോസിങ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് ഇപ്പോൾ ഒരു അസുഖം ഉണ്ടായി, ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് കണ്ടിന്യൂസ് ഫീവറുണ്ട്, ഷിവറിംഗ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അയാൾക്ക് UTI ആണെന്നാണ് ഡോക്ടർ സസ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ UTI ആണെങ്കിൽ ആ UTI കോസ് ചെയ്ത ഓർഗാനിസം ഏതാണ്, കോസറ്റീവ് ഏജന്റ് ഏതാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഓരോ ഓർഗാനിസത്തിനും ഓരോ രീതിയിലായിട്ട്. ഇപ്പോൾ ഈക്വളൈ, ഫോർ എക്സാമ്പിൾ ഈക്വളൈ ആണ് UTIയുടെ അവർക്ക് UTI ഉണ്ടാവാനുള്ള കാരണം ഈക്വളൈ ആണെങ്കിൽ ആ ഈക്വളൈ ഉണ്ടാക്കുന്ന ഈക്വലി സസെപ്റ്റബിൾ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് ആയിരിക്കില്ല നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഓർഗാനിസം എടുക്കുകയാണെങ്കിൽ അവർക്ക് വരുന്നത്. നമ്മളിപ്പോൾ ഈക്വലൈക്ക് കൊടുക്കുന്ന ഡ്രഗ്സ് ചിലപ്പോൾ മറ്റു ഓർഗാനിസത്തിന് റെസിസ്റ്റന്റ് ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏതാണ് കറക്റ്റ് ഡിസീസ് കോസിങ് ഓർഗാനിസം ഏതാണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അത് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ പേഷ്യന്റിന് ഡ്രഗ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫോർ ഡയഗ്നോസിങ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഇപ്പോൾ നെക്സ്റ്റ് ഡയഗ്നോസിങ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആയിട്ട് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഒബ്റ്റൈനിങ് ആന്റിജൻസ് ഒബ്റ്റൈൻ ചെയ്യാൻ. അതായത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിജൻസ് എന്തിനാണ്? നമുക്കിപ്പോൾ ഒരുപാട് ആന്റിബോഡീസ് ഇഞ്ചെക്ട് ചെയ്യും. നമുക്കിപ്പോൾ ഡിസീസ് ക്യൂർ ചെയ്യാനായിട്ട് ആന്റിബോഡീസ് ഇഞ്ചെക്ട് ചെയ്യും. ഏത് ആന്റിബോഡി ഏത് ആന്റിജനാണ് കറസ്പോണ്ടിങ് ആന്റിബോഡീസ് കണ്ടുപിടിക്കണമെങ്കിൽ അവരുടെ ആന്റിജൻ ഏതാണെന്ന് നമ്മൾ ആദ്യം നമുക്കറിയണം. അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏതാ കറസ്പോണ്ടിങ് ആന്റിബോഡി എന്ന്, അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റിബോഡി ഏതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ആ പേഷ്യന്റ് ഏതാ കറസ്പോണ്ടിങ് ആന്റിബോഡിയാണ് കൊടുക്കേണ്ടത്, ഏത് രീതിയിലാണ് അവരുടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആർട്ടിഫിഷ്യലി ഓർഗാനിസത്തിനെ കൾച്ചർ മീഡിയയിൽ ഗ്രോ ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് ബൈ ഡെവലപ്പിംഗ് സെറോളജിക്കൽ അസേസ് ഫോർ വാക്സിൻസ്. ആൻഡ് ദെൻ നെക്സ്റ്റ് ജെനറ്റിക് സ്റ്റഡീസ്. അതായത് ഈ ഓർഗാനിസത്തിന്റെ തന്നെ ജെനറ്റിക് സ്റ്റഡീസ്, അവരുടെ എന്തെങ്കിലും ജെനറ്റിക് വേരിയേഷൻസ് ഉണ്ടോ, മുന്നേ ഉണ്ടായിരുന്ന, അതായത് കുറച്ച് നാൾ മുന്നേ ഉണ്ടായിരുന്ന ചില ഓർഗാനിസംസ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കോവിഡിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ആദ്യം ഫസ്റ്റ് വന്ന ഒരു ജെനറ്റിക് ആ ഒരു
നെക്സ്റ്റ് ഓരോ കുറച്ച് ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്കും നെക്സ്റ്റ് വന്നത്, അങ്ങനെ പല 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 വകഭേദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കോവിഡിന്റെ കേസിൽ. അപ്പൊ അതേമാതിരി അവരുടെ ജനറ്റിക് സ്റ്റഡീസ് മുന്നേ ഉണ്ടായിരുന്ന ഓർഗാനിസത്തിന് എന്തെങ്കിലും ജനറ്റിക് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ, അവരുടെ എന്താണ് ജനറ്റിക് മെറ്റീരിയൽസിൽ എന്തെങ്കിലും വേരിയേഷൻസ് വന്നിട്ടുണ്ടോ, അതിനെയൊക്കെ അറിയാൻ മ്യൂട്ടേഷൻ മെയിൻ ആയിട്ട് ഓർഗാനിസത്തിന് എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടോ, നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ അവർക്ക് എഫക്റ്റ് ആവാതെ വരുമ്പോൾ അവർക്ക് എന്താ ആ ചേഞ്ച്, അവരുടെ ജനറ്റിക് മേക്കപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണമാണ് ഈ ഒരു കൊടുക്കുന്ന ഡ്രഗ് അവരിലേക്ക് എഫക്റ്റ് ആവാതെ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ഏത് രീതിയിലാണ്, ഏത് പോർഷനാണ്, ഏത് രീതിയിലാണ് അവരുടെ ജനറ്റിക് മേക്കപ്പിലുള്ള ചേഞ്ച് വന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, തറോ ആയിട്ട് സ്റ്റഡി ചെയ്യണം. അതിന് വേണ്ടിയിട്ടും നമുക്ക് എന്താ ആർട്ടിഫിഷ്യലി ഇൻവിട്രോ എൻവയൺമെന്റിൽ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യണം. സോ അതിനും എന്താ അത്യാവശ്യമാണ്, കൾച്ചർ മീഡിയ അത്യാവശ്യമാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് മൈക്രോബിയൽ സ്പീഷീസ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എൻട്രോബാക്ടീരിയേഷ്യ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം, എൻട്രോബാക്ടീരിയേഷ്യ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഓരോ പെർട്ടിക്കുലർ സ്പീഷീസിനെയും നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ഓർഗാനിസം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാൽമോണല്ലയുടെ കേസ്, സാൽമോണല്ലയുടെ കേസ് എന്ന് പറയാം. സാൽമോണല്ലയുടെ സാൽമോണല്ല ടൈഫി ആവാം, സാൽമോണല്ല പാരാടൈഫി ആവാം, സാൽമോണല്ല പാരാടൈഫിൽ തന്നെ സാൽമോണല്ല പാരാടൈഫി എ ബി സി അതിൽ ഏതുമാവും. അപ്പൊ അതിന്റെ സ്പീഷീസ് ഏതാണ്, പ്രോപ്പർ സ്പീഷീസ് ഏതാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ. സോ അതിന് വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യണം, നമുക്ക് ഈ കൾച്ചർ മീഡിയ ഇൻവിട്രോ ആ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്ത് അവരുടെ സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യണം. അതിന് വേണ്ടി എന്താവശ്യമാണ്, കൾച്ചർ മീഡിയാസ് അത്യാവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫോർ ഐസൊലേറ്റിംഗ് പ്യുവർ കൾച്ചർ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു യൂറിൻ സാമ്പിൾ എടുത്തു. അപ്പോൾ യൂറിൻ സാമ്പിൾ എടുക്കുന്നത് ഇപ്പോൾ പ്രോപ്പർലി ആയിരിക്കില്ല ചിലവർ എടുക്കുന്നത്. യൂറിൻ എടുക്കുക, മിഡ് സ്ട്രീം യൂറിൻ എടുക്കണം. നമ്മൾ യൂറിൻ എടുക്കുന്നതിന് മുന്നേ നമ്മുടെ യൂറിൻ എടുക്കുന്നതിന് മുന്നേ പ്രോപ്പർലി ക്ലീൻ ചെയ്തിരിക്കണം. അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതെല്ലാം എല്ലാവരും പ്രോപ്പർലി എന്ത് ചെയ്യണം എന്നില്ല, ഫോളോ ചെയ്യണം എന്നില്ല. അപ്പോൾ ആ എടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഫ്ലോറാസ് കൂടെ എന്ത് വരും, അതിലേക്ക് വരും. അപ്പോൾ ഈ നോർമൽ ഫ്ലോറാസിനെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ആ പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ മാത്രം ഐഡന്റിഫൈ ചെയ്യണം, അതിനെ മാത്രം നമുക്ക് ഐസൊലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടും എന്ത് അത്യാവശ്യമാണ്, കൾച്ചർ മീഡിയ അത്യാവശ്യമാണ്. അതായത് അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള കൾച്ചർ മീഡിയാസ് ഉണ്ട്. സെലക്റ്റീവ് മീഡിയം, അങ്ങനെ നമ്മൾ ഇനി കൾച്ചർ മീഡിയാസ് ഇനി ഏതൊക്കെയാണ്, ഇനി അങ്ങോട്ട് മീഡിയാസ് പറയുമ്പോൾ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ പറയും സെലക്റ്റീവ് മീഡിയം, എൻറിച്ച്മെന്റ് മീഡിയം, ഡിഫറൻഷ്യൽ മീഡിയം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീഡിയാസ് ഉണ്ട്. അതിന്റെ ബേസിസിൽ നമ്മൾ ഓർഗാനിസത്തിനെ പ്യൂർ കൾച്ചർ, അതായത് ചില ഓർഗാനിസംസ് ഇപ്പോൾ നോർമൽ ഫ്ലോറാസിനെയൊക്കെ പർട്ടിക്കുലർ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു എൻറിച്ച്മെന്റ് മീഡിയം സെൽനേറ്റ് എഫ് ഗ്രോത്ത് പോലുള്ള ഒരു മീഡിയം ആണെന്ന് വെച്ചോ, നമ്മൾ ഫീക്കൽ മാറ്റർ ആണ് എടുക്കുന്നത്. സാൽമോണല്ല സസ്പെക്ട് ചെയ്യുന്നുണ്ട്, ആ പേഷ്യന്റിന് സാൽമോണല്ല സസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ സെൽനേറ്റ് എഫ് ഗ്രോത്ത് കൊടുക്കുന്ന സമയത്ത് എന്താ ചെയ്യുക, സെൽനേറ്റ് എഫ് ഗ്രോത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഓർഗാനിസത്തിനെ, നമുക്ക് വേണ്ട ഓർഗാനിസത്തിനെ അവരെന്ത് ചെയ്യും, ഗ്രോ ചെയ്യിപ്പിക്കും. മറ്റുള്ളവയെ അവരെന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. അതാണ് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത്. അപ്പൊ അതാണ് ഈ പറയുന്നത് ഐസൊലേറ്റിംഗ് പ്യൂർ കൾച്ചർ. പ്യൂർ കൾച്ചർ ഐസൊലേറ്റ് ചെയ്യാനായിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, കൾച്ചർ മീഡിയാസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റോറിംഗ് കൾച്ചർ സ്റ്റോക്ക്. അതായത് നമ്മളൊരു ഓർഗാനിസം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പുതിയതായിട്ട് ഒരു ഓർഗാനിസത്തിനെ കിട്ടി, അവരെ കുറിച്ച് ഫെർദർ സ്റ്റഡീസ് എല്ലാം നമ്മൾ നടത്തണം. അപ്പൊ അതിന് ഇവരെ നമ്മൾ പ്യൂർ കൾച്ചർ, ഒരു പ്യൂർ കൾച്ചറിനെ നമ്മൾ കീപ്പ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള എടുത്ത് വെച്ചിട്ട് നമ്മൾ, കാരണം എന്തെങ്കിലും ഫെർദർ എവിടെയെങ്കിലും നമ്മളുടെ ആ സ്റ്റഡി നടക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും ഒരു കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഓർഗാനിസത്തിനെ അതിൽ നിന്ന് ചിലപ്പോൾ പ്യൂർ കൾച്ചർ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ എടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും, കൾച്ചർ സ്റ്റോക്ക് നമ്മൾ കീപ്പ് ചെയ്ത് വെച്ചേക്കും. 2-3 കൾച്ചർ സ്റ്റോക്സ് എടുത്ത് കീപ്പ് ചെയ്ത് വെക്കും. ആ കീപ്പ് ചെയ്ത് വെക്കാനും എന്ത് അത്യാവശ്യമാണ്, ഓർഗാനിസം ഗ്രോ ചെയ്യണമെങ്കിൽ എപ്പോഴും അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അവൈലബിൾ ആയിരിക്കണം. സോ അതിനും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, കൾച്ചർ മീഡിയാസ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫോർ ടെസ്റ്റിംഗ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസിൽ എന്തെങ്കിലും കണ്ടാമിനേഷൻ ഉണ്ടോ, ആർക്കെങ്കിലും ഒരാൾക്ക് ഫുഡ് പോയിസൺ വന്നു. ഫുഡ് പോയിസൺ വന്നു കഴിഞ്ഞാൽ ആ ഫുഡ് പോയിസൺ വന്ന ആൾക്ക് ഏത് ഓർഗാനിസം ആണ് ഫുഡ് പോയിസണ് റീസൺ ആയിട്ടുള്ള ഓർഗാനിസം ഏതാണ്, ആ ഒരു ഏത് ഓർഗാനിസം ആണ് അവിടെ ഫുഡ് പോയിസൺ, ആ ഫുഡ് കണ്ടാമിനേറ്റ് ചെയ്ത ഓർഗാനിസം ഏതാണ്, അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റിൽ ഫുൾ ആയിട്ട് ഒരു കണ്ടാമിനേഷൻ വന്നു. ഫോർ എക്സാമ്പിൾ ഒരു ലാബിൽ എന്തെങ്കിലും ഒരു കണ്ടാമിനേറ്റിംഗ് ഓർഗാനിസം വന്നു. അപ്പൊ ആ ഓർഗാനിസം ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് അവരെ റിമൂവ് ചെയ്യാനുള്ള ഫെർദർ സ്റ്റെപ്സ് എടുക്കാൻ പറ്റും. അപ്പൊ അതാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫോർ ടെസ്റ്റിംഗ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ. നെക്സ്റ്റ് പറയുന്നത് ഫോർ ചെക്കിംഗ് മൈക്രോബിയൽ ഏജന്റ്സ് ആൻഡ് പ്രിസർവേറ്റീവ്സ് എഫക്ട്. ആന്റിമൈക്രോബിയൽ AST ടെസ്റ്റിംഗ്, ആന്റിമൈക്രോബിയൽ ടെസ്റ്റിംഗിന് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന ഒരു ഓർഗാനിസത്തിലേക്ക് ഒരു ഡ്രഗ് ആഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഈക്വലൈക്ക് നമ്മളിപ്പോൾ ഏതെങ്കിലും ബേസിക് ഡ്രഗ്സ് ഏതെങ്കിലും ആഡ് ചെയ്യുന്ന സമയത്ത് ഈ
ഈ ഓർഗാനിസം ഈ കൊടുക്കുന്ന ഡ്രഗിന് സസെപ്റ്റബിൾ ആണോ അല്ലേ, അവർ ഗ്രോ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മീഡിയ ആണ്, ഒരു ബാക്ക് സപ്പോർട്ടും യൂസ് ചെയ്യുന്നതാണ് ഈ കൾച്ചർ മീഡിയ. കൾച്ചർ മീഡിയയിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഈ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യും, ലോൺ കൾച്ചറോ എന്തെങ്കിലും ഒക്കെ ചെയ്യും. ലോൺ കൾച്ചർ ചെയ്തിട്ട് ഈ ലോൺ കൾച്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആന്റിബയോട്ടിക് ഡിസ്ക് പുട്ട് ചെയ്യും. ഡിസ്ക് ഇടുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ ഡിസ്കിന് ഈ ഡിസ്കിലുള്ള ആന്റിബയോട്ടിക്കിനെ ഈ ഓർഗാനിസത്തിനെ കിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ചുറ്റും ഒരു ക്ലിയർ സോൺ ഫോം ചെയ്യും. അവർക്ക് ചുറ്റും അതായത് ഗ്രോത്ത് ഉണ്ടായിരിക്കും ഫുള്ളി. അതായത് ലോൺ കൾച്ചർ എന്ന് പറയുമ്പോൾ ആ പ്ലേറ്റ് കംപ്ലീറ്റ് ഗ്രോത്ത് ആയിരിക്കും. ആ ഗ്രോത്തിന്റെ ഇടയിൽ നമ്മൾ ലോൺ കൾച്ചർ പ്രിപ്പയർ ചെയ്യും. അന്ന് തന്നെ ഗ്രോത്ത് ഇല്ല, പ്രിപ്പയർ ചെയ്ത ഉടനെ നമ്മൾ ഈ എന്ത് ചെയ്യും, ആന്റിബയോട്ടിക് ഡിസ്ക് ഇവിടെ ഇടും. ഡിസ്ക് ഇടുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ ആന്റിബയോട്ടിക് ഡിസ്ക് ഈ കറസ്പോണ്ടിങ് ഓർഗാനിസത്തിന് സസെപ്റ്റബിൾ ആണെങ്കിൽ ആ ആന്റിബയോട്ടിക്സ് ഡിസ്കിന് ചുറ്റുമുള്ള പോർഷനിൽ ഈ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളതെല്ലാം ഗ്രോ ചെയ്യും. എവിടെയാണോ ഡിസ്ക് ഉള്ളത് ആ ഡിസ്കിൽ ഒരു പെർട്ടിക്കുലർ ഡയമീറ്ററിൽ എന്ത് ചെയ്യില്ല, ഈ ഓർഗാനിസം ഗ്രോ ചെയ്യില്ല. ബാക്കിയുള്ള പോർഷൻസിലെല്ലാം എന്ത് ചെയ്യും, ഓർഗാനിസം ഗ്രോ ചെയ്യും. അതാണ് ചെക്കിംഗ് ആന്റിമൈക്രോബിയൽ ഏജൻസിന്റെ ആക്ടിവിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വയബിൾ കൗണ്ട്, അതായത് ഒരു സാമ്പിൾ എടുത്തു, ആ സാമ്പിൾ എത്രത്തോളം വയബിൾ മീൻസ് ലിവിംഗ് ആയിട്ടുള്ള ഡെഡ് ഓർഗാനിസംസ് അല്ല, ലിവിംഗ് ആയിട്ടുള്ള എത്ര ഓർഗാനിസംസ് ഉണ്ട്. ആ ലിവിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കണം. ഫർദർ സ്റ്റഡീസിന് അവർ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കൾച്ചർ മീഡിയ. അതിനും എന്ത് യൂസ് ചെയ്യും, കൾച്ചർ മീഡിയാസ് യൂസ് ചെയ്യും. അതാണ് ടെസ്റ്റിംഗ് വയബിൾ കൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് ടെസ്റ്റിംഗ് ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി. AST ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു പേഷ്യന്റ് ഒരു ഡിസീസ് വന്നു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈക്കോളയോ ഏതാണെന്ന് വെച്ചോ, ഈക്കോളയോ ആണെങ്കിൽ അവർക്ക് എന്താ, ഈക്കോളയോ ക്ലബോ ഏത് ഓർഗാനിസം ആണെങ്കിലും ഏത് ഡ്രഗ് കൊടുത്താൽ ഡ്രഗിന് ഈ ഓർഗാനിസം സസെപ്റ്റബിൾ ആണ് എന്ന് നമ്മൾ നോക്കും. ആ സസെപ്റ്റബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് മാത്രമേ നമ്മൾ പേഷ്യന്റിന് കൊടുക്കൂ. റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരെണ്ണം കൊടുത്തിട്ട് കാര്യമില്ല. കാരണം എന്താ, പേഷ്യന്റിന് ഡിസീസ് ക്യൂർ ആവില്ല. വെറുതെ ആന്റിബയോട്ടിക്സ് കൊടുക്കാം എന്നല്ലാതെ അവർക്ക് ഡിസീസ് ക്യൂർ ആവില്ല. അപ്പൊ സസെപ്റ്റബിൾ ആയിട്ടുള്ള ഏതൊക്കെ ഡ്രഗ്സ് ഉണ്ടോ അത് നോക്കുക, എന്നിട്ട് നമുക്ക് പേഷ്യന്റിന് ഡ്രഗ് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ചെക്കിംഗ് ചെയ്യുന്നത്. അതിനും എന്താവശ്യമാണ്, ബേസ് ആയിട്ട് കൾച്ചർ മീഡിയ ആവശ്യമാണ്. ഓക്കെ, മെയിൻ ആയിട്ട് ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത് മുളകിന്റെ അകാറാണ്, MHA ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ ഓർഗാനിസത്തിനെ നമ്മൾ ലാബിൽ ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ബോഡിക്കുള്ളിൽ നമ്മുടെ സ്റ്റൊമക്കിലോ അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനിലോ ഇൻഡസ്റ്റൈനിലോ നമ്മുടെ ഏനൽ കനാലിലോ എവിടെയെങ്കിലും സർവൈവ് ചെയ്യുന്ന ഓർഗാനിസം, ഇവരെ എന്താ ചെയ്യാൻ ഇവർക്ക് അവർ സർവൈവ് ചെയ്യുന്ന എൻവയോൺമെന്റ് എങ്ങനെയാണോ അതേ എൻവയോൺമെന്റ് നമ്മൾ മിമിക് ചെയ്ത് കൊടുക്കണം. അവർക്ക് അവിടെ എന്തൊക്കെ തരത്തിലുള്ള ന്യൂട്രിയൻസ്, ഫോർ എക്സാമ്പിൾ നൈട്രജൻ ഉണ്ടെങ്കിൽ നൈട്രജൻ അവൈലബിലിറ്റി, ഓക്സിജൻ അവൈലബിലിറ്റി, കാർബൺ അവൈലബിലിറ്റി, ഈ അവർക്ക് ഗ്രോ ചെയ്യാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണോ ആ റിക്വയർമെന്റ്സിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നമ്മൾ മിമിക് ചെയ്യും. അവർ ഇന്ന സ്ഥലത്താണ് ജീവിക്കുന്നതെന്ന് അവരെ നമ്മൾ മിമിക് ചെയ്ത് ആ ഒരു എൻവയോൺമെന്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, നോർമലി അവരെ നമ്മുടെ ബോഡിയിൽ എങ്ങനെ സർവൈവ് ചെയ്തോ അതേമാതിരി ഈ മീഡിയയിലുള്ള ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്ത് അവർ സർവൈവ് ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത് ഗ്രോയിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ലാബ് ഇൻവോൾവ്സ് മിമിക്കിംഗ് ദ ഓർഗാനിസംസ് നാച്ചുറൽ ഹാബിറ്റാറ്റ് ഓർ എൻവയോൺമെന്റ്. നാച്ചുറൽ ഹാബിറ്റാറ്റിനെയോ എൻവയോൺമെന്റിനെയോ നമ്മൾ എന്ത് ചെയ്യും, മിമിക് ചെയ്യാണ് മെയിൻ ആയിട്ട് ലാബിൽ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ കൾച്ചർ മീഡിയാസ് എല്ലാം ഓരോ ഓർഗാനിസത്തിന്റെ ഓരോ രീതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഹാലോഫിലിക് ഹാലോഫിലിക് ഓർഗാനിസംസ്, നോൺ ഹാലോഫിലിക്, അതേപോലെ തന്നെ ആസിഡോഫൈൽസ്, ആൽക്കലോഫൈൽസ് എന്നൊക്കെ പറഞ്ഞില്ലേ. അതേപോലെ ഓരോ ഓർഗാനിസത്തിന്റെ ഓരോ രീതിയിലാണ്. ഇപ്പൊ ആസിഡോഫൈൽസ് ആണെങ്കിൽ അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ആ മീഡിയയിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആസിഡിക് pH-ലുള്ള മീഡിയാസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. അതേസമയം ആൽക്കലോഫൈൽസ് ആണെങ്കിൽ ആൽക്കലിക് pH ആയിരിക്കും. അതേപോലെ ഹാലോഫിലിക് വിബ്രിയോസ് ആണെങ്കിൽ നമ്മൾ സോൾട്ട് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. നോൺ ഹാലോഫിലിക് ആണെങ്കിൽ സോൾട്ട് കോൺസെൻട്രേഷൻ അല്പം പോലും കൂടിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യില്ല, സർവൈവ് ചെയ്യില്ല. അപ്പൊ ആ രീതിയിൽ ഓർഗാനിസം ഏത് ടൈപ്പ് ആണോ അതിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും, സയന്റിസ്റ്റ് ഓരോന്നും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഓർഗാനിസത്തിനും ഇന്ന മീഡിയാസ് എന്നുള്ള രീതിയിൽ അവരെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് what are the basic constituents of a culture media? ഒരു കൾച്ചർ മീഡിയ നമ്മൾ എടുത്താൽ ആ കൾച്ചർ മീഡിയയുടെ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. മെയിൻ ആയിട്ട് ഫസ്റ്റ് പറയുന്നത് വാട്ടർ സോഴ്സ് ആണ്. ഫസ്റ്റ് പറയുന്ന ഒരു കൾച്ചർ മീഡിയയിലെ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസിൽ ആദ്യം പറയുന്ന സാധനമാണ് വാട്ടർ എന്ന് പറയുന്നത്. ഈ വാട്ടറിൽ മെയിൻ ആയിട്ട് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ
ഓക്സിജൻ, ഹൈഡ്രജനും ഓക്സിജനും മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞില്ലേ, ഓക്സിജൻ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ചില ഓർഗാനിസംസ് സർവൈവ് ചെയ്യുള്ളൂ. ചിലർ ഓക്സിജന്റെ അവൈലബിലിറ്റി ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിലും സർവൈവ് ചെയ്യും, ചിലർ ഹൈ എമൗണ്ട് ഉണ്ടെങ്കിലേ സർവൈവ് ചെയ്യുള്ളൂ. അപ്പൊ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഈ വാട്ടറാണ്. നമ്മൾ ആ മീഡിയയിൽ ആഡ് ചെയ്യുന്ന വാട്ടറാണ് ശരിക്കും ഈ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും എന്തായിട്ട് അവരുടെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്തത്. നെക്സ്റ്റ് പറയുന്നത് ഇലക്ട്രോലൈറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഹാലോഫിലിക് വിബ്രിയോസ് പറഞ്ഞില്ലേ, സോറി ഹാലോഫിലിക് വിബ്രിയോസ് അല്ല, ഹാലോഫൈൽസ് പറഞ്ഞില്ലേ. ഈ ഹാലോഫൈൽസ് ആണെങ്കിൽ അവർക്ക് എന്താ സോൾട്ട് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പൊ ഈ സോൾട്ട് കോൺസെൻട്രേഷൻ ഇത് 1% ആണോ അല്ലെങ്കിൽ 5% ആണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ഏത് ഓർഗാനിസം ആണോ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യേണ്ടത് അതിന്റെ ബേസിസിൽ നമ്മൾ ഈ കൊടുക്കുന്ന ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തീരുമാനിക്കും. ബേസിക് ആയിട്ട് ഈ ഇലക്ട്രോലൈറ്റ് മസ്റ്റ് ആണ്, പക്ഷേ അതിന്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് ഓർഗാനിസത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതിന്റെ ബേസിസിലാണ് നമ്മൾ 1 or 5% നമ്മൾ തീരുമാനിക്കുക. ഓക്കെ. Then peptone. Peptone എന്ന് പറയുന്നത് it is a mixture of partially digested proteins. Partially digested ആയിട്ടുള്ള പ്രോട്ടീൻസിന്റെ ഒരു മിക്സ്ചർ ആണ് ഈ പെപ്റ്റോൺ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഇത് കിട്ടുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ലീൻ മീറ്റിലും അതേപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻ മെറ്റീരിയൽസിൽ നിന്നൊക്കെ നമ്മൾ ഒബ്റ്റൈൻ ചെയ്യുന്ന സാധനമാണ് എന്താ ഈ പാർഷ്യലി ഡൈജസ്റ്റഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പെപ്റ്റോണും ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ആണ്. എന്തിന്റെ? നമ്മുടെ കൾച്ചർ മീഡിയയുടെ ബേസിക് കോൺസ്റ്റിറ്റ്യൂൻസിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് പെപ്റ്റോൺ. അപ്പൊ എന്തൊക്കെ വേണം? വാട്ടർ വേണം, ഇലക്ട്രോലൈറ്റ് വേണം, പെപ്റ്റോൺ വേണം. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് നെക്സ്റ്റ് പറയുന്നത് മീറ്റ് എക്സ്ട്രാക്ട്. മീറ്റ് എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതല്ല, കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇറ്റ് കണ്ടെയ്ൻസ് പ്രോട്ടീൻ ഡിഗ്രഡേഷൻ പ്രോഡക്ട്സും അതേപോലെ തന്നെ ഇനോർഗാനിക് സോഴ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, ഗ്രോത്ത് ഫാക്ടേഴ്സ് എല്ലാം ഉള്ളതാണ് ഈ മീറ്റ് എക്സ്ട്രാക്ട്. ഇത് കൊമേഴ്ഷ്യലി നമുക്ക് അവൈലബിൾ ആയിരിക്കും, അതിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ ബ്ലഡ് ഓഫ് സെറം. ബ്ലഡ് ഓഫ് സെറം എന്ന് പറയുമ്പോൾ മീഡിയ, അതായത് ഇനി എൻറിച്ച്മെന്റ് മീഡിയാസ് പറയുമ്പോൾ പറയും ചില ഓർഗാനിസത്തിന് ഫെസ്റ്റിഡിയസ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് ചില സാധനങ്ങൾ കൂടിയേ തീരും അവർക്ക് എന്ത് ചെയ്യാനായിട്ട്, ഗ്രോ ചെയ്യാനായിട്ട്. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ബ്ലഡ് ഓഫ് സെറം ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ബ്ലഡ് ഓഫ് സെറം എന്ന് പറയുന്നത് എല്ലാത്തിലും ആഡ് ചെയ്യില്ല. ബ്ലഡും സെറവും എൻറിച്ച്മെന്റ് അത്യാവശ്യമുള്ള മീഡിയാസ്. ഈ മീറ്റ് എക്സ്ട്രാക്ട്, പെപ്റ്റോൺ, വാട്ടർ, ഇലക്ട്രോലൈറ്റ് ഒക്കെ ബേസിക് കോൺസ്റ്റിറ്റ്യൂൻസ് ആണ്. പക്ഷേ ഈ ബ്ലഡ് ഓഫ് സെറം എന്ന് പറയുന്നത് എസെൻഷ്യൽ അല്ല. ഏതിനാണോ ആവശ്യം. ഫോർ എക്സാമ്പിൾ ബ്ലഡ് അഗാർ ആണെങ്കിൽ ബ്ലഡ് ആഡ് ചെയ്യണം, ചോക്ലേറ്റ് അഗാർ ആണെങ്കിലും ബ്ലഡ് ആഡ് ചെയ്യണം. അങ്ങനെയൊക്കെ ഉള്ളതിൽ മാത്രമേ നമ്മൾ എന്ത് ആഡ് ചെയ്യൂ, ബ്ലഡ് ഓഫ് സെറം ആഡ് ചെയ്യും. അല്ലാത്തവർക്കല്ല. ഇപ്പൊ ന്യൂട്രിയന്റ് അഗാറിന്, നോർമൽ ന്യൂട്രിയന്റ് അഗാറിനാണെങ്കിൽ എന്താ ബ്ലഡ് ഓഫ് സെറത്തിന്റെ ആവശ്യമില്ല. മീറ്റ് എക്സ്ട്രാക്ട്, വാട്ടർ, ഇലക്ട്രോലൈറ്റ് ആൻഡ് ഇലക്ട്രോലൈറ്റ്, ദെൻ പെപ്റ്റോൺ, ഇത്രയൊക്കെ മതി. പിന്നെ ഇവരുടെ സോൾട്ടിഫൈ ചെയ്യാനുള്ള സോൾട്ടിഫൈങ് ഏജന്റും ഉണ്ടെങ്കിൽ ഒരു ബേസിക് മീഡിയ ആയി. പക്ഷെ എപ്പോഴാണോ അവർ എൻറിച്ച്ഡ് ആയിട്ടുള്ള മീഡിയാസ്, അതായത് അവരുടെ ഗ്രോത്ത് ഫെസ്റ്റിഡിയസ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയാണ് നമുക്ക് ഗ്രോ ചെയ്യേണ്ടതെങ്കിൽ അവർക്ക് എന്താ ആഡ് ചെയ്യണം, നമ്മൾ ബ്ലഡോ സെറമോ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ഇതൊരു മസ്റ്റ് ആയിട്ട് വേണം എന്നുള്ള ഒരു കമ്പോണന്റ് അല്ല. ഓർഗാനിസത്തിന്റെ അതായത് ഓർഗാനിസത്തിന്റെ നീഡിനനുസരിച്ച് ഏത് ഓർഗാനിസം ആണോ അതിനനുസരിച്ചിട്ട് വേണം ഈ ബ്ലഡ് ഓഫ് സെറം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ. യൂഷ്വലി നമ്മൾ 5 to 10% ആണ് ബ്ലഡ് ആഡ് ചെയ്യുന്നത് യൂഷ്വലി. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് അഗാർ. അഗാർ എന്ന് പറയുന്നത് ഇതിന് ഈ നമ്മൾ ഗ്രോ ചെയ്യുന്ന ഓർഗാനിസത്തിന്റെ ഗ്രോത്തിൽ യാതൊരു റോളും ഇല്ല. ഇത് ആകെപ്പാടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ട് സോൾട്ടിഫൈ ചെയ്യാൻ, ആ മീഡിയ സോൾട്ടിഫൈ ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം മാത്രമാണ് എന്ന് പറയുന്നത് അഗാർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ സീവീഡ്സിൽ നിന്നാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഇതിലുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത് ലോങ് പോളിസാക്കറൈഡ്സും അതേപോലെ തന്നെ പ്രോട്ടീൻ ലൈക്ക് മെറ്റീരിയൽസും പിന്നെ വെറൈറ്റി ഓഫ് ഇനോർഗാനിക് സോൾട്സും ഒക്കെയാണ് ഇതിലുള്ളത്, മെയിൻ ആയിട്ട് അഗാറിലുള്ളത്. ഈ അഗാർ എന്ന് പറയുന്നത് ഒരു സീവീഡ്സിൽ നിന്ന്, ജെലിഡിയം ഗ്രേസിലേറിയ ഒരു സീവീഡിൽ നിന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ അഗാർ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അഗാറിന്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 98 ഡിഗ്രി സെൽഷ്യസും സർട്ടിഫൈങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 42 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. അതിന്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ, അതായത് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ 98 ഡിഗ്രി സെൽഷ്യസിൽ ഇതിനെ ഹീറ്റ് ചെയ്യിച്ചാൽ ഇതെന്താ മെൽറ്റ് അതായത് ലിക്വിഡ് ഫോമിലിരിക്കും. എപ്പോഴാണോ ഇതിന്റെ ടെമ്പറേച്ചർ 42 ഡിഗ്രി സെൽഷ്യസ് ആകുന്നത് ആ സമയത്ത് ഇത് സോൾട്ടിഫൈഡ് ഫോം ആവും. ഓക്കെ. പിന്നെ ഇവർക്ക് ന്യൂട്രീഷനിൽ, അവരുടെ ന്യൂട്രീഷനിൽ യാതൊരു റോളില്ല. ജസ്റ്റ് ഒരു സോൾട്ടിഫൈങ് ഏജന്റ് എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. ആ മീഡിയ ലിക്വിഡ് ആയിരിക്കണോ, സെമി സോൾട്ട് ആയിരിക്കണോ, സോളിഡ് ആയിരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഇവരുടെ കോൺസെൻട്രേഷന്റെ ബേസിസിലായിരിക്കും മെയിൻ ആയിട്ട്. ഓക്കെ. ഇത്രയാണ് ബേസിക് കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് എ മീഡിയ. ഒരു മീഡിയയുടെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? വാട്ടർ ഉണ്ട്, ഇലക്ട്രോലൈറ്റ് ഉണ്ട്, ദെൻ പെപ്റ്റോൺ, മീറ്റ് എക്സ്ട്രാക്ട്, ബ്ലഡ് ഓഫ് സെറം ആൻഡ് ഫൈനലി അഗർ. ബ്ലഡ് ഓഫ് സെറം എന്ന് പറയുന്നത് എസെൻഷ്യൽ കമ്പോണന്റ് അല്ല, ആവശ്യമുള്ള അത് ഓർഗാനിസത്തിന് നീഡിനനുസരിച്ച് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കും, അതർവൈസ് നമ്മൾ ആഡ് ചെയ്യില്ല. ഓക്കെ. നെക്സ്റ്റ്
ക്ലാസിഫിക്കേഷൻ. ഇനി അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത് കൾച്ചർ മീഡിയയുടെ. നെക്സ്റ്റ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കൾച്ചർ മീഡിയ ബേസ്ഡ് ഓൺ ദ കൺസിസ്റ്റൻസി. അവരുടെ കൺസിസ്റ്റൻസിയുടെ ബേസിസിൽ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? സോളിഡ് മീഡിയ, സെമി സോളിഡ് മീഡിയ ആൻഡ് ലിക്വിഡ് മീഡിയ. ഇങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്, സോളിഡ്, സെമി സോളിഡ് ആൻഡ് ലിക്വിഡ്. ഓക്കെ, ഫസ്റ്റ് വൺ സോളിഡ് മീഡിയ. എന്താ സോളിഡ് മീഡിയ? സോളിഡ് മീഡിയ മീൻസ്, സോളിഡ് മീഡിയ എന്ന് പറയുമ്പോൾ സോളിഡ് മീഡിയ എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും എന്താ ഇവരുടെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അഗാറിന്റെ കോൺസെൻട്രേഷൻ ഈ സോളിഡ്, സെമി സോളിഡ്, ലിക്വിഡ് ഇതിൽ മൂന്നിലും നമ്മൾ അഗാർ കോൺസെൻട്രേഷൻ എത്രയാണോ അതിന്റെ ബേസിസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ മീഡിയ സോളിഡ് ആണോ സെമി സോളിഡ് ആണോ ലിക്വിഡ് ആണോ തീരുമാനിക്കുന്നത്. സോളിഡ് മീഡിയയിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ ഇറ്റ് ഈസ് അബൌട്ട് 1.5 to 2.0. 1.5 to 2.0 ആണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെൻട്രേഷന്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇത്രയാണ്. ഈ ഒരു കോൺസെൻട്രേഷനിൽ നമ്മൾ അഗാർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മീഡിയ എന്ത് തന്നെ ആയിരിക്കും, സോളിഡ് ടൈപ്പ് ആയിരിക്കും. Then most commonly 1.3 to 1.4% ആണ് ജനറലി നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന എല്ലാ അഗാർ മീഡിയാസിനും സോളിഡ് മീഡിയാസിനും നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ 1.3 or 1.4% അഗാർ ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് നമുക്കിപ്പോൾ കൊമേഴ്ഷ്യലി എന്താ പ്രിപ്പയർഡ് ആയിട്ടുള്ള മീഡിയാസ് കിട്ടും, ഹൈ മീഡിയാസിന്റെ ഒക്കെ പ്രിപ്പയർഡ് ആയിട്ടില്ല. അതിൽ നമ്മൾ പ്രത്യേകിച്ച് സാധനമൊന്നും ആഡ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടാവും. നമ്മൾ ഏത് അഗാർ കണ്ടന്റ് മാത്രം ആഡ് ചെയ്താൽ മതി എന്നുള്ള സാധനങ്ങൾ ഉണ്ടാവും. ഇല്ല ചിലതിൽ അത് ഓരോന്ന് അതിൽ അഗാർ കണ്ടന്റ് ആഡ് ചെയ്യുന്നത്, അതിൽ അഗാർ കണ്ടന്റ് ഓൾറെഡി അഗാർ ഉണ്ടാവും പ്രിപ്പയർഡ് ആയിട്ടുള്ള, അതായത് റെഡിമെയ്ഡ് മീഡിയാസ് ആണെങ്കിൽ. അല്ലാത്തതാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പെപ്റ്റോൺ ഓരോ സാധനങ്ങളും ഓരോന്നും നമ്മൾ സെപ്പറേറ്റ്ലി വേവ് ചെയ്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ ആഡ് ചെയ്യേണ്ടതാണ് 1.3 to 1.4% അഗാർ എന്ന് പറയുന്നത്. ജനറലി എന്താ റെഡിമെയ്ഡ് മീഡിയാസ് ആകുമ്പോൾ അതിൽ ഇൻബിൽറ്റ് ആയിട്ട് ഉണ്ടാവും ഈ അഗാർ കറക്റ്റ് പ്രോപ്പർലി കോൺസെൻട്രേഷനിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഈ അഗാർ മെയിൻ ആയിട്ട് ഏത് സമയത്താണ് സോൾഡിഫൈ ചെയ്യുന്ന 37 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ പറഞ്ഞു 42 ആകുമ്പോഴേ സോൾഡിഫൈ ചെയ്താണ്. ഇത് ഫുള്ളി സോൾഡിഫൈ ചെയ്യുന്നത് ഏത് സമയത്താണ്, ഒരു 37 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്കും എന്താ അഗാർ കംപ്ലീറ്റ്ലി നമ്മളൊരു മീഡിയ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അഗാർ കംപ്ലീറ്റ്ലി സോൾഡിഫൈ ആയി പോകും. ഓക്കെ, ദെൻ ചില സമയത്ത് നമ്മൾ എന്താ ചില കേസിൽ, എല്ലാ കേസിലും അല്ല, ഈ അഗാറിന് പകരം മറ്റ് സോൾഡിഫൈങ് ഏജൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ ബേസിസിലാണ് നമ്മൾ സെമി സോളിഡ് മീഡിയാസ് ഒക്കെ, അതിന്റെ ബേസിൽ നമ്മൾ ബൈഫേസിക് മീഡിയ ഒക്കെ പറയും. ബൈഫേസിക് മീഡിയസിലൊക്കെ അഗാർ അല്ല യൂസ് ചെയ്യുന്നത്, വേറെ അതിന് പകരം എഗ്ഗ് പോലുള്ള എഗ്ഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചില സമയത്ത് എന്താ സംടൈംസ് അഗാർ അതർ സോൾഡിഫൈങ് ഏജൻറ്റ്സ് മേ ബി ആഡഡ് ഇൻ പ്ലേസ് ഓഫ് അഗാർ. അഗാറിന് പകരം നമുക്ക് മറ്റ് സോൾഡിഫൈങ് ഏജൻറ്റ്സും യൂസ് ചെയ്യാം. ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന സോൾഡിഫൈങ് ഏജന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും അഗാർ ആയിരിക്കും. ഓക്കെ, അഗാർ അതായത് ജെറിഡിയം ഗ്രേസിലേറിയ പോലുള്ള സീവീഡ്സിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന അഗാർ. അഗാറിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും 1.3 to, അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ ആണ് 1.3 to 1.4% വേണം. ലാബിൽ വേണ്ട മീഡിയയുടെ ഒരു അഗാർ കോൺസെൻട്രേഷൻ. റെഡിമെയ്ഡ് മീഡിയ ആണെങ്കിൽ അതിൽ ഇൻബിൽറ്റ് ആയിട്ട് അഗാർ കോൺസെൻട്രേഷൻ അവർ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കംപ്ലീറ്റ് ഇത് മാത്രമായിട്ട് ഓരോന്നായിട്ട് ആഡ് ചെയ്യേണ്ട ഇതില്ല. ഏതാണോ കറസ്പോണ്ടിങ് മീഡിയ, ആ മീഡിയ കറക്റ്റ് വേ ചെയ്ത് ആഡ് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ സോളിഡ് മീഡിയ മെയിൻ ആയിട്ട് എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ഫുൾ ഫിസിക്കൽ ഫോം, ആ മൈക്രോ ഓർഗാനിസം ഏത് രീതിയിലാണ് അതിന് മൊത്തത്തിൽ നമുക്ക് എങ്ങനെയാണോ ആ ഓർഗാനിസം ഇരിക്കുന്നത് അങ്ങനെ അതിന്റെ ഫുൾ സ്ട്രക്ചർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഈ സോളിഡ് മീഡിയ ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അവിടെ ലിക്വിഡും സെമി സോളിഡ് മീഡിയാസ് ഒന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ഓർഗാനിസത്തിന്റെ അവരുടെ ഫുൾ ഫിസിക്കൽ ഫോംസും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ബാക്ടീരിയൽ പ്യുവർ കൾച്ചർ നേരത്തെ പറഞ്ഞില്ലേ, മിക്സ്ചർ ഗ്രോത്തിൽ നിന്ന് നമുക്കൊരു സിംഗിൾ ഓർഗാനിസത്തിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ എന്ത് വേണം, ഈ നമ്മുടെ എന്താ സോളിഡ് മീഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂ. ഫോർ സ്ട്രീക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ സ്ട്രീക്ക് ചെയ്ത് ഐസൊലേറ്റഡ് കോളനീസ് കിട്ടും. നമുക്ക് വേണ്ട കോളനീസ് നമുക്ക് കോളനി മോർഫോളജി വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കറസ്പോണ്ടിങ് കോളനിയെ മാത്രം പിക്ക് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് പ്ലേറ്റിൽ നെക്സ്റ്റ് മീഡിയയിൽ വീണ്ടും സ്ട്രീക്ക് ചെയ്യുകയോ മറ്റോ ചെയ്യുമ്പോഴേക്കും ആ ഒരു പ്യൂർ കൾച്ചർ, ആ ഒരു ഓർഗാനിസത്തിന്റെ മാത്രം കൾച്ചറായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെന്താണ് നെക്സ്റ്റ് പറയുന്നത്, ദ ബാക്ടീരിയൽ ഗ്രോത്ത് ഓൺ സോളിഡ് മീഡിയ വേരീസ് ഓഫ് അപ്പിയറൻസ്. അതായത് നമ്മുടെ കോളനി മോർഫോളജി, മ്യൂക്കോഡ്, ചിലത് മ്യൂക്കോഡ് ആയിരിക്കും,
ചിലത് റൗണ്ട് ആയിരിക്കും, ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും, അവരുടെ അപ്പിയറൻസിൽ മൊത്തത്തിൽ വ്യത്യാസം ഉണ്ടാവും. ചിലത് റഫ് ആയിട്ടുള്ളതായിരിക്കും, ചിലത് കാണുമ്പോൾ തന്നെ നല്ല സ്മൂത്ത്, അല്ലെങ്കിൽ കോട്ടണി, ഫിലമെന്റസ്, ഇറഗുലർ, അങ്ങനെയൊക്കെ പല ടൈപ്പിൽ അവരുടെ കോളനി മോർഫോളജി. ഈ സോളിഡ് മീഡിയയിലുള്ള കോളനി മോർഫോളജിയുടെ ബേസിസിൽ ഒരു പരിധി വരെ നമുക്ക് ഓർഗാനിസത്തിന് ഏത് ഓർഗാനിസം ആണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്ക് ഈ കോളനി മോർഫോളജി, സോളിഡ് മീഡിയയിൽ വരുന്ന കോളനി മോർഫോളജി നോക്കിയിട്ട്. ഓക്കെ, പിന്നെ the media is not hydrolyzed by microorganisms and is free from growth inhibiting factors. ഇവരില് ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഫാക്ടേഴ്സ് ഒക്കെ ആബ്സെന്റ് ആയിരിക്കും. പ്രത്യേകിച്ച് വെറുതെ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. ഇപ്പം ഫസ്റ്റ് ഡേസ് ഓർഗാനിസം അങ്ങനെയാണെങ്കിൽ അവർക്ക് ബ്ലഡ് വേണമെങ്കിൽ ബ്ലഡ്, അല്ല വേറെ എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള കമ്പണൻസ്, സെറോ ആണെങ്കിൽ സെറോ, അവർക്ക് ആവശ്യമായിട്ടുള്ള കമ്പണന്റ് ഏതാണോ അതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് ഗ്രോ ചെയ്യിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എക്സാമ്പിൾസ് ഫോർ സോളിഡ് മീഡിയാസ് ആർ ബ്ലഡ് agar, nutrient agar, meconium agar and chocolate agar. These are the examples for solid media. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, സോളിഡ് മീഡിയ ആകുമ്പോൾ അഗാർ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും? ഏകദേശം 1.4 to 1.2 to 2% ആയിരിക്കും അഗാർ കോൺസെൻട്രേഷൻ. നമുക്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ളതാണെങ്കിൽ, അവരിൽ റെഡിമെയ്ഡ് മീഡിയ ആണെങ്കിൽ അതിൽ അഗാർ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഉണ്ടാവും, അതിൽ നമ്മൾ എക്സ്ട്രാ അഗാർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ നമ്മൾ ഇൻഡിവിജ്വലി ഓരോ പോർഷൻസ് എടുത്ത് ഓരോന്നും എടുത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അഗാർ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യേണ്ട കോൺസെൻട്രേഷനാണ് ഈ 1.2 to 2% എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അവരുടെ ഒരു സോൾഡിഫൈങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 37 degrees Celsius ഒക്കെ ആകുമ്പോൾ കംപ്ലീറ്റ്ലി സോൾഡിഫൈ ചെയ്യും. പിന്നെ അഗാറിൽ മെയിനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? നമ്മുടെ ഓർഗാനിസത്തിന്റെ ഫുൾ ഫിസിക്കൽ ഫോം അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബാക്ടീരിയ പ്യൂർ കൾച്ചറിന് വേണ്ടിയിട്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ബാക്ടീരിയ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സോളിഡ് മീഡിയാസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഏതൊക്കെ രീതിയിൽ സോളിഡ് മീഡിയാസിൽ ഗ്രോത്ത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? അത് ഗ്രോത്ത് കോളനി മോർഫോളജി, ആ കോളനി മോർഫോളജിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഏതോ ഓർഗാനിസം ഒരു പരിധി ഒരു ഐഡിയ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പം മ്യൂക്കോയിഡ് ആണോ, പിൻ പോയിന്റ് കോളനി ആണെങ്കിൽ പിൻ പോയിന്റ് കോളനി പോസിറ്റീവ് ആയിരുന്നു, പിൻ പോയിന്റ് ആണ്, അപ്പോൾ നമുക്ക് ഏതിനെ സസ്പെക്ട് ചെയ്യാൻ? ചിലപ്പോൾ സ്റ്റഫലോകോക്കസ് ആയിരിക്കാം, സ്റ്റഫലോകോക്കസ് സ്പീഷീസ് ഏതെങ്കിലും ആവാമെന്ന് നമുക്ക് സസ്പെക്ട് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് ഈ കോളനി മോർഫോളജി വെച്ചും ഓർഗാനിസത്തിന് ഒരു പരിധി വരെ ഓർഗാനിസത്തിന്റെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ദെൻ സോളിഡ് മീഡിയ എന്ന് പറയുമ്പോൾ മീഡിയ ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് കൊണ്ട് ആ മീഡിയ ഒരിക്കലും ഹൈഡ്രലൈസ് ആയി പോകത്തുമില്ല. അതേപോലെ തന്നെ ഇൻഹിബിറ്റിംഗ് സബ്സ്റ്റൻസ് ഒക്കെ ഈ സോളിഡ് മീഡിയാസിൽ കുറവായിരിക്കും. ഇൻഹിബിറ്റിംഗ് സബ്സ്റ്റൻസസ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ ബ്ലഡ് അഗാർ പോലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിഡീസ് ആയിട്ടുള്ള ഓർഗാനിസം ഗ്രോ ചെയ്യുന്നതാണെങ്കിൽ അവരിലെ ചില ആൾക്കാർ ചിലപ്പോൾ എന്ത് ചെയ്യും, സോളിഡ് മീഡിയ അല്ല, അത് ലിക്വിഡ് മീഡിയയുടെ കേസിലൊക്കെയാണ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ടാവും. അതായത് നോർമൽ ഫ്ലോറാസിനെ ഇൻഹിബിറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ഓർഗാനിസത്തിനെ മാത്രം ഗ്രോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മീഡിയാസ് ഉണ്ട്. പക്ഷേ സോളിഡ് മീഡിയാസിന്റെ കേസിൽ ഇൻഹിബിറ്റിംഗ് ഏജൻസും ഒക്കെ ഇൻഹിബിറ്റിംഗ് സബ്സ്റ്റൻസസ് ഒക്കെ ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, then examples of blood agar, chocolate agar, nutrient agar, meconium agar. ഇതൊക്കെയാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെമി സോളിഡ് മീഡിയ. കൺസിസ്റ്റൻസിയുടെ ബേസിസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ ആദ്യം സോൾഡ് പറഞ്ഞു, അടുത്ത് സെമി സോൾഡ്. സെമി സോൾഡ് മീൻസ് ലിക്വിഡും അല്ല സോൾഡും അല്ല, ഒരു ജെല്ലി ഫോം, അതാണ് സെമി സോളിഡ് മീഡിയ എന്ന് പറയുന്നത്. സെമി സോളിഡ് മീഡിയ എന്ന് പറയുമ്പോൾ ഇത് ഇവിടുത്തെ അഗാറിന്റെ കോൺസെൻട്രേഷൻ ഇറ്റ് ഈസ് അബൌട്ട് 0.2 to 0.5. ഈ ഒരു പെർസെന്റേജിൽ അഗാർ ഫുള്ളി ആബ്സെന്റ് ആയിരിക്കില്ല, അഗാർ വേണം, ഒരു ജെല്ലി ഫോമിൽ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ വേണ്ട കോൺസെൻട്രേഷൻ ഈസ് അബൌട്ട് 0.2 to 0.5%. 0.2 to 0.5% അഗാറാണ് ഏതിന്റെ കേസസിൽ? സെമി സോളിഡിന്റെ കേസസിൽ നമുക്ക് വേണ്ട അഗാർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മറ്റേത് ശരിക്കും സോൾഡ് ആയിരിക്കും. നമ്മുടെ ഈ ജാം ഒക്കെ ഇരിക്കില്ലേ, ജെല്ലി പോലെ ആയിരിക്കും ശരിക്കും ഇവിടത്തെ എന്തിരിക്കുന്നത്, മീഡിയ ഇരിക്കുന്നത്. ഈ മീഡിയ എന്ന് പറയുന്നത് ജെല്ലി, അവരുടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു ജെല്ലി ലൈക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ സെമി സോൾഡ് മീഡിയയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു സ്റ്റഡി മോട്ടിലിറ്റി. നമ്മുടെ ഓർഗാനിസത്തിന്റെ മോട്ടിലിറ്റി, അവർ മോട്ടൈലാണോ നോൺ മോട്ടൈലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സെമി സോളിഡ് മീഡിയാസ് യൂസ് ചെയ്യുന്നത്. സോളിഡ് മീഡിയയ്ക്ക് അകത്തൂടെ ഒരിക്കലും ഓർഗാനിസം മൂവ് ചെയ്യില്ല, അപ്പോൾ അവരുടെ മോട്ടിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ലിക്വിഡിലാണെങ്കിലും എങ്ങനെയാണ്, ഫുള്ളായിട്ട് ഗ്രോത്ത് വരികയുള്ളൂ. ഇവിടെ എന്താ ചെയ്യുക, നമ്മൾ സ്റ്റാബ് ചെയ്യുന്ന സമയത്ത് ഈ ഓർഗാനിസത്തിനെ നമ്മൾ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് സെമി സോളിഡ് മീഡിയ എടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് വയർ എടുത്ത് സ്റ്റാബ് ചെയ്യും അതിൻ്റെ ഉള്ളിലേക്ക്. സ്റ്റാബ് ചെയ്യുമ്പോൾ ആ സ്റ്റാബിംഗ് പോർഷനിൽ മാത്രമാണ് ഗ്രോത്ത് എങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഓർഗാനിസം നോൺ മോട്ടൈലാണ്. സെമി സോൾഡ് ആയതുകൊണ്ട് തന്നെ മോട്ടൈൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ഈ രണ്ട് സൈഡിലേക്കും, ആ സ്റ്റാബ് പോയിന്റിന്റെ രണ്ട് സൈഡിലേക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഗ്രോ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് എന്ത് പറയാം, മോട്ടൈൽ എന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ ഓർഗാനിസത്തിന്റെ മോട്ടിലിറ്റി ചെക്ക് ചെയ്യുന്നത്. അതിനും എന്താ യൂസ് ചെയ്യുക, ഈ സെമി സോളിഡ് മീഡിയാസ് ആണ് ജനറലി യൂസ് ചെയ്യുന്നത്. ഓക്കെ,
മൈക്രോ എയറോഫിലിക്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു മൈക്രോ എയറോഫിലിക്. അവർക്ക് എന്താ മൈക്രോ എയറോഫിലിക് എന്ന് പറഞ്ഞാൽ ഫുൾ ഓക്സിജന്റെ തീരെ പ്രസൻസ് ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യില്ല, സർവൈവ് ഇല്ല. വളരെ മൈന്യൂട്ട് എമൗണ്ട് ഓഫ് മൈന്യൂട്ട് കോൺസെൻട്രേഷനിൽ എന്ത് അത്യാവശ്യമാണ് അവർക്ക്, ഓക്സിജൻ ആവശ്യമാണ്. ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ എന്ത് ചെയ്യുള്ളൂ, സർവൈവ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ഓർഗാനിസം ആണ് മൈക്രോ എയറോഫിലിക് ഓർഗാനിസംസ് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൾട്ടിവേറ്റ് മൈക്രോ എയറോഫിലിക് ബാക്ടീരിയ. ഇത് ഓക്സിജൻ വളരെ മൈന്യൂട്ട് എമൗണ്ടിൽ ഓക്സിജൻ ആവശ്യമുള്ള ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ ഏത് മീഡിയ ആണ് നല്ലത്, ഈ സെമി സോളിഡ് മീഡിയ, ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്, ജെല്ലി ലൈക്ക് ഫോമിലുള്ള മീഡിയ ആണ് ഏറ്റവും സ്യൂട്ടബിൾ എന്നാണ്. എക്സാമ്പിൾ ഫോർ സെമി സോളിഡ് മീഡിയംസ് ആർ ഹ്യൂഗ്ലീവ്സൺ ഓക്സിഡേഷൻ ഫെർമെന്റേഷൻ മീഡിയം, Hugh-Gleason oxidation fermentation medium, then Stewart's and Amy's media, then mannitol motility media. ഈ mannitol motility media ആണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്, മോട്ടിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്താ ഈ ഓർഗാനിസത്തിനെ സ്റ്റാബ് ചെയ്ത് വെക്കുമ്പോൾ ഈ ഓർഗാനിസം രണ്ട് സൈഡിലേക്കും ഗ്രോ, ആ സ്റ്റാബ് പോയിന്റിൽ മാത്രമാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ മോട്ടൈൽ, രണ്ട് സൈഡിലേക്കും ഗ്രോത്ത് വരുവാണെങ്കിൽ മോട്ടൈൽ എന്ന് നമുക്ക് സസ്പെക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ലിക്വിഡ് മീഡിയ. അപ്പൊ തേർഡ് വൺ ഏതാണ്, ലിക്വിഡ് മീഡിയ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ലിക്വിഡ് ഫോമിലായിരിക്കും ഇവരുണ്ടാവുക. ഓക്കെ, ലിക്വിഡ് മീഡിയ എന്ന് പറയുമ്പോൾ ദീസ് മീഡിയ ഡു നോട്ട് കണ്ടെയ്ൻ എനി ട്രേസസ് ഓഫ് സോൾട്ടിഫൈങ് ഏജന്റ്. ഒരു തരത്തിലും ഇവരിൽ എന്തുണ്ടാവില്ല, സോൾട്ടിഫൈങ് ഏജന്റ് ഉണ്ടാവില്ല. സെമി സോളിഡിൽ പറഞ്ഞപ്പോൾ വളരെ മൈന്യൂട്ട് കോൺസെൻട്രേഷൻ 0.2 to 0.5% ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആ ജെല്ലി ലൈക്ക് ഫോമിൽ ഇരിക്കുകയുള്ളൂ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്ത് ആബ്സെന്റ് ആയിരിക്കും, അഗാർ മാത്രമല്ല ഏതൊരു സോൾട്ടിഫൈങ് ഏജന്റും ആബ്സെന്റ് ആയിരിക്കും. അഗാറോ ജലാറ്റിനോ ഏതായാലും എന്താ നമ്മൾ സോൾട്ടിഫൈങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനവും ഈ ലിക്വിഡ് മീഡിയയിൽ പ്രസന്റ് ആയിരിക്കില്ല. ഓക്കെ, നമുക്ക് വലുതായി ഇവരിൽ നമുക്ക് ഗ്രോത്ത് അറിയാൻ പറ്റുന്നത് മെയിൻ ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടർബിഡിറ്റി, ലിക്വിഡിന്റെ ടർബിഡിറ്റിയുടെ ബേസിസിൽ. സോളിഡിൽ എങ്ങനെയാണ് നമ്മൾ ഗ്രോത്ത് അറിഞ്ഞത്, കോളനി മോർഫോളജി, നമുക്ക് കോളനി പർട്ടിക്കുലർ കോളനീസ് എങ്ങനെയാണ് മ്യൂക്കോയിഡ്, ഇറഗുലർ, പിൻ പോയിന്റ്, അങ്ങനെ പല രീതിയിൽ നമുക്ക് ആ കോളനി മോർഫോളജി വെച്ച് ഐഡന്റിഫൈ ചെയ്തു. നമ്മുടെ സെമി സോളിഡിൽ എങ്ങനെയാണ് ആ സ്റ്റാബ് പൊസിഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മോട്ടൈലാണോ നോൺ മോട്ടൈലാണോ അതിന്റെ ഗ്രോത്തിനനുസരിച്ച് നമ്മൾ എന്താ ഏതാ ഓർഗാനിസം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഓർഗാനിസം ഗ്രോ ചെയ്തിട്ടുണ്ടോ, ഓർഗാനിസം ഉണ്ടോ ഇല്ലേ, പ്രസൻസ് ഓർ ആബ്സെന്റ് അറിയുന്നത് ഇവരുടെ ടർബിഡിറ്റിയുടെ ബേസിസിലാണ്. ഇവരുടെ ടർബിഡിറ്റി നമ്മൾ യൂണിഫോം ടർബിഡ് ആണെങ്കിൽ ചിലത് യൂണിഫോം ടർബിഡ് ആയിരിക്കും, ചിലത് പെല്ലിക്കൽ ഫോർമേഷൻ, അടിയിൽ മാത്രം ഗ്രോത്ത് കാണും. അങ്ങനെ പല അത് ഓർഗാനിസത്തിന്റെ നേച്ചറിനനുസരിച്ച് ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ലിക്വിഡ് മീഡിയ എന്ന് പറയുമ്പോൾ അവരിൽ എന്താണ് കംപ്ലീറ്റ്ലി എന്ത് ആബ്സെന്റ് ആയിരിക്കും, സോൾട്ടിഫൈങ് ഏജന്റ് കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ലിക്വിഡ് മീഡിയ ആർ ജനറലി നോൺ ആസ് ബ്രോത്ത്. നമ്മൾ ബ്രോത്ത് എന്നാണ് പറയുന്നത്, ന്യൂട്രിയൻ ബ്രോത്ത്. ന്യൂട്രിയന്റ് അഗാറിന്റെ സെയിം കോൺസ്റ്റൻസ് ആണ്, അതിൽ അഗാർ ആബ്സെന്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ന്യൂട്രിയൻ ബ്രോത്ത്. ഓക്കെ, ദെൻ ഇവരുടെ യൂണിഫോം ആൻഡ് ടർബിഡ് ഗ്രോത്ത് ആയിരിക്കും. ഗ്രോത്ത് ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാണ്, യൂണിഫോമോ അവരുടെ ടർബിഡിറ്റിയുടെ ബേസിലാണ് ഗ്രോത്ത് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, 37 ഡിഗ്രി സെൽഷ്യസിൽ സ്ട്രെയിൻസ് ഇൻക്യുബേറ്റ് ചെയ്ത് നമ്മൾ 37 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവരെ ഇൻക്യുബേറ്റ് ചെയ്യും. 24 hours ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം, അതിപ്പോൾ സോളിഡ് ആയാലും സെമി സോളിഡ് ആയാലും എല്ലാം അങ്ങനെയാണ്, ഓവർനൈറ്റ് ഇൻക്യുബേഷൻ 24 hours ഇൻക്യുബേഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഗ്രോത്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ കേസ്. ഓക്കെ, next, the media used for the profuse growth of microorganisms and fermentation studies. മെയിൻ ആയിട്ട് ഇവരുടെ യൂസ് എന്താണെന്നാണ്, അതായത് നമുക്ക് ഫെർമെന്റേഷൻ സ്റ്റഡീസിനും, അതായത് ഒത്തിരി ഓർഗാനിസംസ് നമുക്ക് വേറെ ഫർദർ സ്റ്റഡീസിന് എവിടെയെങ്കിലും സ്ട്രീക്ക് ചെയ്യാനും പറ്റും. ഒരു കോളനി, ഒരു സിംഗിൾ കോളനി കിട്ടുള്ളൂ. അപ്പോൾ ആ സിംഗിൾ കോളനിയെ നമുക്കെടുത്ത് സ്ട്രീക്ക് ചെയ്യുന്ന വേറൊരു പ്ലേറ്റിലേക്ക് സ്ട്രീക്ക് ചെയ്യുന്നതിലും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ആ സിംഗിൾ കോളനി പിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് മീഡിയ കാണും. ആ ലിക്വിഡ് മീഡിയയിലേക്ക് നമുക്ക് ഇനോക്കുലേറ്റ് ചെയ്യാം. ഇനോക്കുലേറ്റ് ചെയ്ത് 24 hours ഇൻക്യുബേഷൻ വരുമ്പോൾ ഫുൾ ടർബിഡ് ആവും. അപ്പോൾ ഓർഗാനിസം മൾട്ടിപ്ലൈ ചെയ്ത് ടർബിഡ് ആയി. അപ്പോൾ അതിനെ നമ്മൾ അവിടെ നിന്ന് നമുക്ക് ഈസിലി പിക്ക് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രീക്ക് ചെയ്യുകയോ മറ്റ് കൾച്ചറിംഗ് മെത്തേഡ്സിൽ ഏത് വേണോ നമുക്ക് യൂസ് ചെയ്യാം. ഏത് കൾച്ചറിംഗ് മെത്തേഡ്സിന് വേണമെങ്കിലും ഇതിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, examples for liquid media are tryptic soy growth, then phenol red carbohydrate growth, MRBP growth, then nutrient growth. Nutrient growth ആണ് ബേസിക്, നമ്മുടെ ബേസൽ മീഡിയ എന്നുള്ള ന്യൂട്രിയൻ്റ് ആകാർ പറയുന്ന പോലെ ബേസൽ ലിക്വിഡ് മീഡിയയിലെ ഏറ്റവും ബേസിക് മീഡിയ എന്ന് പറയുന്നത് ന്യൂട്രിയൻ ഗ്രോത്ത് ആണ്. ഓക്കെ, നെക്സ്റ്റ് ബൈഫേസിക് മീഡിയ. നേരത്തെ പറഞ്ഞു നമ്മളിപ്പം ആദ്യം എന്താ പറയുക, സോളിഡ്, സെമി സോളിഡ്, ലിക്വിഡ്. ഇനി ബൈഫേസിക് മീഡിയ എന്ന് പറഞ്ഞാൽ രണ്ട് നേച്ചറും കാണിക്കും. ലിക്വിഡ് ഫോമിലും ആയിരിക്കും, സോളിഡ് ഫോമിലും ആയിരിക്കും. എങ്ങനെയാണ് ലിക്വിഡ് ഫോമും സോളിഡ് ഫോമും ആവുക, നമ്മൾ അഗാർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോൾട്ടിഫൈ ചെയ്യും.
അങ്ങനെയാണ് അഗാറിന്റെ കേസിൽ. അഗാറാണ് നമ്മൾ സോളിഡിഫൈങ് ഏജന്റ് ആയിട്ട് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ലിക്വിഡ് ഫോം ഒന്നുമില്ല. അത് ഓൾറെഡി എപ്പോഴാണോ അവരുടെ സോളിഡിഫൈങ് ടെമ്പറേച്ചർ 42 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്തുന്നത് ആ സമയത്ത് അവർ എന്ത് ചെയ്യും? അവരവിടെ സോളിഡിഫൈ ആയി പോകും. പക്ഷേ ഇവിടുത്തെ കേസിൽ നമ്മൾ സോളിഡിഫൈങ് ഏജന്റ് ആഡ് ചെയ്യും. അഗാറല്ല പക്ഷെ ആഡ് ചെയ്യുന്നത്. അഗാറിന് പകരം വേറെ സോളിഡിഫൈങ് ഏജന്റ്സ് ആണ് ആഡ് ചെയ്യുന്നത്. പക്ഷെ അവർ ജനറലി അവരെന്ത് ചെയ്യില്ല, അവരുടെ സ്റ്റെറിലൈസേഷൻ, ആ മീഡിയയുടെ സ്റ്റെറിലൈസേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ എന്താ ആഡ് ചെയ്യുന്നത്? ഈ സോളിഡിഫൈങ് ഏജന്റ് ആഡ് ചെയ്യുന്നത്. ഈ സോളിഡിഫൈങ് ഏജന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇവരെന്താ ലിക്വിഡ് ഫോമിൽ തന്നെയായിരിക്കും. എപ്പോഴാണോ ഈ മീഡിയ നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ ഇവരെന്താ സോളിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യൂ. അപ്പൊ ജനറലി ഇവരെങ്ങനെയാണ്? ലിക്വിഡ് ഫോം ആണ്. ജനറലി ലിക്വിഡ് ഫോം ആണ്. സോളിഡിഫൈങ് ഏജന്റ് ഉണ്ടെങ്കിലും അവർ ലിക്വിഡ് ഫോമിൽ ഇരിക്കും. എപ്പോഴാണോ ഈ മീഡിയക്ക് എന്ത് സംഭവിക്കുന്നത്? ഹീറ്റ് കൊടുക്കുന്നത്, ചൂടാക്കുന്ന സമയത്ത് മാത്രം ഇവരെന്ത് ചെയ്യും? സോളിഡിഫൈ ചെയ്യും. എന്താ മെയിനായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന സോളിഡിഫൈങ് ഏജന്റ് എന്ന് പറയുന്നത് എഗ് യോക്കും സിറോ ഒക്കെയാണ് ആഡ് ചെയ്യുന്നത്. ഈ എഗ് യോക്കും സിറോം ആഡ് ചെയ്താലും ജനറലി ആ മീഡിയ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ലിക്വിഡ് ഫോമിൽ തന്നെ ഇരിക്കും. പക്ഷേ ഈ മീഡിയ ഈ ലിക്വിഡ് ഫോമിൽ ഇത് ഇരിക്കുന്നതിന് നമ്മൾക്ക് ആവശ്യം വരുമ്പോൾ എപ്പോഴാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഫോം മാറി ഏത് ഫോമിലേക്കായി മാറും? സോളിഡ് ഫോമിലേക്കായി മാറും. അതുകൊണ്ടാണ് ഇതിനെ ബൈഫേസിക് മീഡിയ എന്ന് പറയുന്നത്. ലിക്വിഡ് ഫോമും ഉണ്ട്, സോളിഡ് ഫോമും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ കൺസിസ്റ്റൻസിയുടെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. എന്തൊക്കെയായിരുന്നു? സോളിഡ് മീഡിയ ഉണ്ട്, സെമി സോളിഡ് മീഡിയ ഉണ്ട്, ലിക്വിഡ് മീഡിയ ഉണ്ട്, ബൈഫേസിക് മീഡിയ ഉണ്ട്. സോളിഡ് മീഡിയ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷന്റെ ബേസിസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് വരുന്നത്. സോളിഡ് മീഡിയ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 1.22% ആയിരിക്കും അഗാർ കോൺസെൻട്രേഷൻ. അവരുടെ കോളനി മോർഫോളജി അതിനനുസരിച്ചിട്ടാണ് നമുക്ക് അങ്ങനെ ആ രീതിയിലാണ് കോളനീസ് ആണ് ഫോം ചെയ്യുന്നത്. ആ കോളനീസിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അതിന്റെ മോർഫോളജി അനുസരിച്ചിട്ടാണ് നമ്മൾ ഗ്രോത്ത് ഉണ്ടോ ഇല്ലയെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. Then semi-solid media എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ 0.2 to 0.5% അഗാർ കോൺസെൻട്രേഷൻ. അവിടെ എന്ത് സംഭവിക്കുക? ഓർഗാൻസിന്റെ മോട്ടിലിറ്റി ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുക. സ്റ്റാബ് ചെയ്യുന്ന പൊസിഷനിൽ നിന്ന് മോട്ടൈൽ ആണെങ്കിൽ സ്റ്റാബിംഗ് പൊസിഷനിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് ഗ്രോത്ത് ഉണ്ടാവും. അതേസമയം നോൺ മോട്ടൈൽ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ആ സ്റ്റാബ് പൊസിഷനിൽ മാത്രമേ ഗ്രോത്ത് നടക്കുകയുള്ളൂ. ഓക്കെ, ദെൻ ലിക്വിഡ് മീഡിയ എന്ന് പറയുമ്പോൾ അവരുടെ ടർബിഡിറ്റിയുടെ ബേസിലാണ് ഓർഗാൻസ് ഗ്രോ ചെയ്തോ ഇല്ലയെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അടുത്ത് പറഞ്ഞു ബൈഫേസിക് മീഡിയ പറഞ്ഞു. ബൈഫേസിക് മീഡിയ എന്ന് പറയുമ്പോൾ രണ്ട് ഫോമിലും കാണും, ബോത്ത് ലിക്വിഡ് ആൻഡ് സോളിഡ് ഫോം. സോളിഡിഫൈങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ അഗാറല്ല, എഗ് യോക്കും സിറോ ആണ് ഇവിടുത്തെ സോളിഡിഫൈങ് ഏജന്റ് എന്ന് പറയുന്നത്. ജനറലി ഇവരെന്താ ലിക്വിഡ് ഫോമിലാണ്. എപ്പോഴാണോ ഹീറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് മാത്രം ഇവരെ സോളിഡിഫൈ ചെയ്യാം. ഓക്കെ, ഇത്രയാണ് കൺസിസ്റ്റൻസിയുടെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. ദെൻ നെക്സ്റ്റ് based on classification based on the nutritional component. നമ്മൾ അതിൽ ആഡ് ചെയ്യുന്ന ന്യൂട്രീഷണൽ കമ്പോണന്റിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് സിമ്പിൾ മീഡിയ. പേര് കേൾക്കുമ്പോൾ തന്നെ പറയാം ബേസൽ മീഡിയ. ബേസിക് ആയിട്ടുള്ള വേറെ പ്രത്യേകിച്ച് ആഡംബരങ്ങളൊന്നുമില്ലാത്ത ബേസിക് നോർമലി സാധനങ്ങൾ മാത്രമുള്ള ഒരു സാധനമാണ് എന്ത് പറയുന്നത്? ബേസിക് മീഡിയ ഓർ സിമ്പിൾ മീഡിയ എന്ന് പറയുന്നത്. ജനറലി ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് നോൺ ഫസ്റ്റീരിയസ്. ജനറലി ഒരു സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഗ്രോ ചെയ്യിക്കാനായിട്ട്, ഇപ്പൊ നമ്മൾ എൻവയോൺമെന്റൽ സാമ്പിളിങ്ങിനൊക്കെ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം എന്താണ്? ഈ ബേസൽ മീഡിയാസ് ആണ്. ബേസൽ മീഡിയാസിന് എക്സാമ്പിൾ ആണ് ന്യൂട്രിയൻ ബ്രോത്ത്, പെപ്റ്റോൺ വാട്ടർ, ന്യൂട്രിയൻ അഗാർ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ന്യൂട്രിയൻ അഗാറാണ് ബേസൽ സോളിഡ് മീഡിയയിലെ ബേസൽ മീഡിയ എങ്കിൽ എന്താ ലിക്വിഡ് മീഡിയയിലെ ബേസൽ മീഡിയ എന്ന് പറയുന്നത് ന്യൂട്രിയൻ ബ്രോത്ത് ആണ്. അതുപോലെ തന്നെ പെപ്റ്റോൺ വാട്ടർ ഉണ്ട്. ദീസ് ആർ ദ സിമ്പിൾ മീഡിയാസ്. ഇവര് ഫസ്റ്റീരിയസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒന്നും ഗ്രോ ചെയ്യില്ല. ഇവര് നോൺ ഫസ്റ്റീരിയസ് ആയിട്ടുള്ള ജനറലി ഗ്രോ ചെയ്യുന്ന കോമൺ മീഡിയാസിൽ എല്ലാം ഗ്രോ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ എവിടെ ഗ്രോ ചെയ്യൂ? ഈ സിമ്പിൾ മീഡിയയിൽ ഗ്രോ ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ ഐസൊലേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിന് നമുക്ക് ഓർഗാനിസം ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ പ്യൂർ കൾച്ചർ ഉണ്ടാക്കാനൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് സിമ്പിൾ മീഡിയാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നോൺ ഫസ്റ്റീരിയസിന്റെ കേസിൽ മാത്രം. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോംപ്ലക്സ് മീഡിയ. ഈ മീഡിയയിൽ ശരിക്കും കോംപ്ലക്സ് മീഡിയ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എക്സ്ട്രാ സാധനങ്ങൾ ആഡ് ചെയ്യും. ബേസൽ മീഡിയയുടെ കൂടെ എന്തെങ്കിലും കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അത് കോംപ്ലക്സ് മീഡിയ ആയിട്ട് മാറുന്നത്. ബേസൽ മീഡിയ ബേസിക്കലി അതിന്റെ ബേസിക് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ബേസൽ മീഡിയ. ഇപ്പൊ ന്യൂട്രിയൻ ഗ്രോത്ത്, ന്യൂട്രിയൻ അഗാർ തന്നെയാണ്. ഈ ന്യൂട്രിയൻ അഗാറിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യും? ബ്ലഡ് ആഡ് ചെയ്യുമ്പോൾ, ബ്ലഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായി മാറും? ബ്ലഡ് അഗാറായിട്ട് മാറും. അതേസമയം ബ്ലഡ് ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? ചോക്ലേറ്റ് അഗാറായിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺനോൺ ക്വാണ്ടിറ്റീസ്. ഇപ്പൊ നമ്മളൊരു 5 ml ബ്ലഡ് ആഡ് ചെയ്തു. ഈ 5 ml ബ്ലഡിനകത്ത് എന്തെല്ലാം കമ്പോണന്റ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു അൺനോൺ ക്വാണ്ടിറ്റീസ് ഓഫ് ന്യൂട്രിയൻസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്.
ഇപ്പൊ നമുക്ക് അതിൽ ആ ബ്ലഡിൽ എത്ര കാർബൺ സോഴ്സ് ഉണ്ട്, എത്ര നൈട്രജൻ സോഴ്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മളിപ്പോൾ 5 ml ബ്ലഡ് ആഡ് ചെയ്യുമ്പോൾ അതിൽ എന്താ ഉള്ളത്? അൺനോൺ ക്വാണ്ടിറ്റീസ് ഓഫ് ന്യൂട്രിയൻസ് ആണ്. ഇപ്പോൾ ഒരു മീഡിയയിലേക്ക്, ബേസൽ മീഡിയയിലേക്ക് അൺനോൺ ക്വാണ്ടിറ്റീസ് ഓഫ് ന്യൂട്രിയൻസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അതൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഓർഗാൻസിന് വേണ്ടി മാത്രം. ഫോർ എക്സാമ്പിൾ, ഹീമോളൈസിസ് ക്യാരി ഔട്ട് ചെയ്യുന്ന, ഹീമോളൈസിസ് നടത്താൻ കേപ്പബിലിറ്റി ഉള്ള ഓർഗാൻസത്തിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് ബ്ലഡ് അഗാർ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഓർഗാൻസത്തിന് വേണ്ടിയിട്ട് ഒരു അൺനോൺ ക്വാണ്ടിറ്റീസ് ഓഫ് ന്യൂട്രിയൻസ് നമ്മൾ ബേസൽ മീഡിയയിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് കോംപ്ലക്സ് മീഡിയ. ഓക്കെ, അതായത് മീഡിയ കണ്ടെയ്നിങ് ന്യൂട്രിയൻസ് ഇൻ അൺനോൺ ക്വാണ്ടിറ്റീസ് ദാറ്റ് ആർ ആഡഡ് ടു ബ്രിങ് അബൌട്ട് എ പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ മൈക്രോബിയൽ സ്ട്രെയിൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഓർഗാൻസിന് നമ്മളല്ലേ ഹീമോളൈസിസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസം ആണെങ്കിൽ അവർ ആൽഫ ഹീമോളൈസിസ് ആണോ, ബീറ്റ ആണോ, ഏത് ടൈപ്പുള്ള ഹീമോളൈസിസ് ആണ് അവർ ക്യാരി ഔട്ട് ചെയ്യുന്നത്, ഹീമോളൈസിസ് ക്യാരി ഔട്ട് ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ എന്താ കോംപ്ലക്സ് മീഡിയ. കോംപ്ലക്സ് മീഡിയക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ട്രിപ്റ്റിക്കേറ്റ് സോയ് ബ്രോത്ത്, ബ്ലഡ് അഗർ, അതേപോലെ തന്നെ ചോക്ലേറ്റ് അഗർ ഒക്കെ നമുക്ക് എന്തിന് എക്സാമ്പിൾ പറയാം? നമ്മുടെ കോംപ്ലക്സ് മീഡിയയ്ക്ക് എക്സാമ്പിൾ പറയാം. അപ്പം കോംപ്ലക്സ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ? മീഡിയ ദാറ്റ് കണ്ടെയ്നിങ് ന്യൂട്രിയൻസ് ഓഫ് അൺനോൺ ക്വാണ്ടിറ്റീസ്. കറക്റ്റ് എമൗണ്ട് നമുക്കറിയില്ല. 5 ml ബ്ലഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂൻസ് ഉണ്ട്, എന്തൊക്കെ കമ്പോണന്റ് എത്ര എമൗണ്ടിലുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അൺനോൺ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയുള്ള മീഡിയാസിനെല്ലാം നമുക്ക് എന്ത് പറയാം? കോംപ്ലക്സ് മീഡിയ എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സിന്തറ്റിക് മീഡിയ. സിന്തറ്റിക് മീഡിയ എന്ന് പറയുമ്പോൾ ഫുള്ളി റെഡിമെയ്ഡ് ആയിട്ടുള്ള കെമിക്കലി ഡിഫൈൻഡ് ആയിട്ടുള്ള മീഡിയ ആണ് സിന്തറ്റിക് മീഡിയ എന്ന് പറയുന്നത്. സിന്തറ്റിക് മീഡിയ ഈസ് എ ടൈപ്പ് ഓഫ് കെമിക്കലി ഡിഫൈൻഡ് മീഡിയ ആൻഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം പ്യുവർ കെമിക്കൽ സബ്സ്റ്റൻസസ്. പ്യുവർ ആയിട്ട് കെമിക്കൽ സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് ഈ സിന്തറ്റിക് മീഡിയ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു ശരിക്കും ഇവരെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് എ നോൺ കോൺസെൻട്രേഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ്. നോൺ ന്യൂട്രീഷണൽ കമ്പോണന്റിന്റെ കോൺസെൻട്രേഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാമായിരിക്കും. ഇപ്പൊ എത്ര എമൗണ്ട് ഓഫ് ലൈക്ക് ഷുഗർ, നൈട്രജൻ ഒക്കെ എത്രയുണ്ട്, അവരുടെ സോഴ്സ് എത്ര എമൗണ്ട് ഓഫ് അവരുണ്ട് എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ സിന്തറ്റിക് മീഡിയയിൽ അറിയാമായിരിക്കും. പക്ഷെ ബ്ലഡ് അഗാറിന്റെ കേസിലൊന്നും അത് നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, അവിടെ അൺനോൺ ക്വാണ്ടിറ്റീസ് ഓഫ് ന്യൂട്രിയൻസ് ആണ്, ഇവിടെ നോൺ ക്വാണ്ടിറ്റീസ് ഓഫ് ന്യൂട്രിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ജനറലി മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ സയന്റിഫിക് റിസർച്ചിനൊക്കെയാണ് ഈ സിന്തറ്റിക് മീഡിയ ജനറലി യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ സാപ്പറ്റ് ഡോക്സ് മീഡിയ ആണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയ അവരുടെ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സിന്റെ, ന്യൂട്രീഷണൽ കമ്പോണൻസിന്റെ ബേസിൽ നമ്മൾ ഏത് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ബേസൽ മീഡിയ, ദെൻ കോംപ്ലക്സ് മീഡിയ ആൻഡ് സിന്തറ്റിക് മീഡിയ. സോറി, സിമ്പിൾ മീഡിയ, കോംപ്ലക്സ് മീഡിയ, സിന്തറ്റിക് മീഡിയ. സിമ്പിൾ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂൻസ് മാത്രമുള്ള മീഡിയാസിനെയാണ് സിമ്പിൾ മീഡിയാസ് പറയുന്നത്. നോൺ ഫസ്റ്റീഡിയസ് ആയിട്ടുള്ള ഓർഗാനിസംസ് മാത്രമേ നമ്മുടെ സിമ്പിൾ മീഡിയയിൽ ഗ്രോ ചെയ്യുള്ളൂ. ഫസ്റ്റീഡിയസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒന്നും തന്നെ ഗ്രോ ചെയ്യില്ല. എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? പെപ്റ്റോൺ വാട്ടർ, ന്യൂട്രിയൻ ബ്രോത്ത്, ന്യൂട്രിയൻ അഗർ. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ സിമ്പിൾ മീഡിയ. ആൻഡ് ദെൻ കോംപ്ലക്സ് മീഡിയ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോംപ്ലക്സ് മീഡിയ ആയിരുന്നു. അവിടെ എന്താ പ്രത്യേകത? അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസൽ മീഡിയയുടെ കൂടെ ഒരു അൺനോൺ ക്വാണ്ടിറ്റീസ് ഓഫ് ന്യൂട്രിയൻസ് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് കോംപ്ലക്സ് മീഡിയ. നമുക്ക് അവരിലുള്ള ന്യൂട്രിയൻസിന്റെ എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോംപ്ലക്സ് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോംപ്ലക്സ് മീഡിയയ്ക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബ്ലഡ് അഗാർ പറയാം, ചോക്ലേറ്റ് അഗാർ പറയാം, ട്രിപ്റ്റിക്കേറ്റ് സോയ് ബ്രോത്ത്. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ കോംപ്ലക്സ് മീഡിയ. ദെൻ സിന്തറ്റിക് മീഡിയ. സിന്തറ്റിക് മീഡിയ എന്ന് പറയുമ്പോൾ ഫുള്ളി കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇവരുടെ കമ്പോണൻസ് തന്നെ ഫുള്ളി കെമിക്കൽ ആയിരിക്കും. എത്ര എമൗണ്ട് ഓഫ് അവരുടെ ന്യൂട്രിയൻസ് എത്രയുണ്ടോ അതിന്റെ കറക്റ്റ് എമൗണ്ട്സ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് നോൺ ക്വാണ്ടിറ്റീസ് ഓഫ് ന്യൂട്രിയൻസ്. എക്സാമ്പിൾ സാപ്പറ്റ് ഡോക്സ് മീഡിയ. ഓക്കെ, then next move on to next classification based on application or chemical composition. Application അവരെ അപ്ലൈ ഏതൊക്കെ ഓർഗാനിസത്തിന് അപ്ലൈ ചെയ്യുന്നു അതിന്റെ ബേസിസിലും ഒരു കെമിക്കൽ കമ്പോസിഷന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് വൺ, ബേസൽ മീഡിയ. റുട്ടീൻലി നമ്മുടെ ജനറലി എല്ലാ ലാബിലും യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ ബേസൽ മീഡിയ എന്ന് പറയുന്നത്. എല്ലാ റുട്ടീൻലി നമ്മളൊരു ലാബ് എൻവയോൺമെന്റിൽ നമ്മൾ റുട്ടീൻലി യൂസ് ചെയ്യുന്ന മീഡിയാസ് ആണ് ബേസൽ മീഡിയാസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഹാവിംഗ് കാർബൺ ആൻഡ് നൈട്രജൻ സോഴ്സ് ദാറ്റ് ബൂസ്റ്റ് ദ ഗ്രോത്ത് ഓഫ് മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസം. കാർബണും നൈട്രജനും ഉണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് ഓർഗാനിസംസും അവരുടെ ആ ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ അങ്ങ് ഗ്രോ ചെയ്യും ജനറലി. അപ്പോൾ നമ്മൾ റുട്ടീൻലി യൂസ് ചെയ്യുന്ന മീഡിയാസ് ആണ് ബേസൽ മീഡിയാസിൽ വരുന്നത്. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ജനറൽ പർപ്പസ് മീഡിയ ഓർ നോൺ സെലക്റ്റീവ് മീഡിയ. സെലക്റ്റീവ് ഒന്നുമല്ല, ഇന്ന ഓർഗാനിസത്തിന് ഉപയോഗിക്കാവുന്നൊന്നുമില്ല, ഏത് ഓർഗാനിസത്തിന് യൂസ് ചെയ്യും. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നോൺ സെലക്റ്റീവ് മീഡിയ ഓർ ജനറൽ പർപ്പസ് മീഡിയ.
They are generally used to isolate microorganisms in labs or subculturing processes. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ലാബിൽ മെയിനായിട്ട് വരുന്നത് എന്താ, എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡിസീസ് വന്നു കഴിഞ്ഞാൽ ആ ഡിസീസ് വന്ന ഇപ്പോൾ UTI ആണെങ്കിൽ യൂറിൻ സാമ്പിൾ, അല്ല കഫും ഇതൊക്കെ ആണെങ്കിൽ സ്പ്യൂട്ടം സാമ്പിൾ വരാം, അല്ലെങ്കിൽ ബ്ലഡ് ഇൻഫെക്ഷൻ ആണെങ്കിൽ ബ്ലഡ് സാമ്പിൾ വരാം. ഇതൊക്കെയാണ് ജനറലി ഒരു ലാബിലേക്ക് വരുന്നത്. അപ്പോൾ ലാബിൽ വരുന്ന ഈ സാമ്പിൾസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഓർഗാനിസത്തിനെ ഐസൊലേറ്റ് ചെയ്യണം. എന്നിട്ട് അവരെ ഇപ്പം ഐസൊലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്, ഒരു മിക്സ്ചർ ഗ്രോത്ത് ആണ് തരുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വേണ്ട പർട്ടിക്കുലർ ഓർഗാനിസത്തിനെ നമുക്ക് എന്ത് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്യാനായിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഈ ബേസൽ മീഡിയ യൂസ് ചെയ്യും. അതാണ് ബേസൽ മീഡിയ മെയിൻ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, then examples are nutrient growth, nutrient agar, peptone water. നമ്മൾ നേരത്തെ അവിടെ സിമ്പിൾ മീഡിയ പഠിച്ചില്ലേ, അതിന്റെ സെയിം എക്സാമ്പിൾ ആണ് ഇവിടെ. സെയിം സംഭവം തന്നെയാണ്. ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. റുട്ടീൻ ആയിട്ട് എല്ലാ ഓർഗാനിസും, മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസംസ് ഗ്രോ ചെയ്യും. ചില ഫെസ്റ്റിഡീസ് ഓർഗാനിസം മാത്രമാണ് ഇവരിൽ ഗ്രോ ചെയ്യാതെ, ബാക്കി എല്ലാ ആൾക്കാരും എന്ത് ചെയ്യും, ഇവരിൽ ഗ്രോ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എൻറിച്ച്ഡ് മീഡിയ. എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുമ്പോൾ it is prepared by adding additional substances like blood, serum or egg yolk. ഇവിടെ ആഡ് ചെയ്യുന്ന അഡീഷണൽ സബ്സ്റ്റൻസ്, അതായത് ബേസൽ മീഡിയ, നമ്മൾ നേരത്തെ പറഞ്ഞ ബേസൽ മീഡിയയുടെ കൂടെ എന്ത് ആഡ് ചെയ്യും, ഈ പറയുന്ന ആൾക്കാരെ മാത്രം ആഡ് ചെയ്യും. ബ്ലഡ്, സെറം, എഗ് യോക്ക്, ഇവരിൽ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി മാറിയപ്പോ എൻറിച്ച്ഡ്, അവർ എൻറിച്ച്ഡ് ആയി. പിന്നെ ഒരു പ്രത്യേകത, ഈ എൻറിച്ച്ഡ് മീഡിയ എപ്പോഴും, എൻറിച്ച്ഡ് മീഡിയം എന്ന് പറയുന്നത് എപ്പോഴും സോളിഡ് മീഡിയ ആയിരിക്കും. എൻറിച്ച്മെന്റ് അങ്ങനെ രണ്ടും തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എൻറിച്ച്ഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ സോളിഡ് മീഡിയ, അതൊരു സോളിഡ് മീഡിയ ആയിരിക്കും. അപ്പോൾ ഈ സോളിഡ് മീഡിയ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, നമ്മുടെ ബേസൽ മീഡിയയുടെ കൂടെ ഈ പറയുന്ന ആൾക്കാരിൽ ആരെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കം എൻറിച്ച്ഡ് മീഡിയ. അതെന്തായി മാറും, എൻറിച്ച്ഡ് മീഡിയ ആയിട്ട് മാറും. അപ്പോൾ ബ്ലഡ്, സെറം, എഗ് യോക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതെന്തായി എൻറിച്ച്ഡ് മീഡിയ ആയിട്ട് മാറും. മെയിനായിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് ഫെസ്റ്റീഡിയസ് ആയിട്ടുള്ള ചില ഓർഗാനിസംസ് ഉണ്ടാവും. ബ്ലഡിന്റെ പ്രസൻസിൽ മാത്രമേ, അല്ലെങ്കിൽ സെറത്തിന്റെ പ്രസൻസിൽ മാത്രമേ ഗ്രോ ചെയ്യുകയുള്ളൂ എന്നുള്ള ടൈപ്പിലുള്ള ഓർഗാനിസംസ് ഉണ്ടാവും. അങ്ങനെയുള്ളവരെ നമ്മൾ ഗ്രോ ചെയ്യിക്കാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ എൻറിച്ച്ഡ് മീഡിയ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗ്രോ ഫെസ്റ്റീഡിയസ് മൈക്രോ ഓർഗാനിസം ആസ് ദേ റിക്വയർ അഡീഷണൽ ന്യൂട്രിയൻസ് ആൻഡ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് സബ്സ്റ്റൻസസ്. ചില ഓർഗാനിസത്തിന് അഡീഷണൽ ന്യൂട്രിയൻസും ഗ്രോത്ത് പ്രൊമോട്ടിംഗ്, ഈ ബ്ലഡൊക്കെ ഈ എന്താ ഹീമോഫിലസ് പോലുള്ള ഓർഗാനിസത്തിന് എന്താ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെയുള്ള കമ്പണന്റ് ആണ് ബ്ലഡ് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഓർഗാനിസംസ് ഈ ബ്ലഡിന്റെ പ്രസൻസിൽ മാത്രമേ ഗ്രോ ചെയ്യൂ, പ്രോപ്പർലി ഗ്രോ ചെയ്യുള്ളൂ. ഓക്കെ, എക്സാമ്പിൾസ് ചോക്ലേറ്റ് അഗർ, ബ്ലഡ് അഗർ, ലോഫ്ലർ, സെറം സ്ലോപ്പ് ഒക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ചോക്ലേറ്റ് അഗർ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഐസൊലേഷൻ ഓഫ് Neisseria gonorrhea. Neisseria gonorrhea പോലുള്ള ഓർഗാനിസത്തിനെ ഐസൊലേറ്റ് ചെയ്യാൻ ചോക്ലേറ്റ് അഗർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലഡ് അഗർ ആണെങ്കിൽ ഹിമോളൈറ്റിക് ബാക്ടീരിയ, ഏതൊരു ഹിമോളൈറ്റിക് ബാക്ടീരിയ, ഹിമോളൈസിസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ബാക്ടീരിയസിനെല്ലാം ഹിമോളൈറ്റിക് ബാക്ടീരിയ എന്ന് പറയും. ഏതൊരു ഹിമോളൈറ്റിക് ബാക്ടീരിയ നമ്മൾ ഗ്രോ ചെയ്യുന്ന ഏതിലാണ്, ബ്ലഡ് അഗറിലാണ്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ചോക്ലേറ്റ് അഗർ, ബ്ലഡ് അഗർ, ലോഫ്ലർ, സെറം സ്ലോപ്പ്. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ എൻറിച്ച്ഡ് മീഡിയ. എൻറിച്ച്ഡ് മീഡിയ എപ്പോഴും സോളിഡ് മീഡിയ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സോളിഡ് മീഡിയ എന്ന് പറയുന്നത്, എൻറിച്ച്ഡ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബേസൽ മീഡിയയിൽ ബ്ലഡ്, സെറം ഓർ എഗ് യോക്ക് ഈ അഡീഷണൽ റിക്വയർമെന്റ്സും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ദാറ്റ് ബിക്കം എൻറിച്ച്ഡ് മീഡിയ. ഓക്കെ, സെലക്റ്റീവ് മീഡിയം. സെലക്റ്റീവ് മീഡിയം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓർഗാനിസത്തിനെ പ്രോപ്പറായിട്ട് ഒരു ഓർഗാനിസത്തിനെ മാത്രം ഐഡന്റിഫൈ ചെയ്യാം. അതായത് മീഡിയ ദാറ്റ് അലോസ് ദ ഗ്രോത്ത് ഓഫ് സർട്ടൻ മൈക്രോ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിനെ മാത്രം, ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യും, അവർ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സെലക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ എൻറിച്ച്ഡ് മീഡിയ അങ്ങനെയല്ല, അവര് ഗ്രോ ചെയ്യും, അവരുടെ ഫെസ്റ്റീഡിയസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഗ്രോ ചെയ്യും, മറ്റുള്ളവരെ അവർ പെട്ടെന്ന് കയറി ഇൻഹിബിറ്റ് ചെയ്ത് കളയില്ല. പക്ഷെ ഇവരുടെ കേസ് എന്ന് പറയുന്നത് എന്താണ്, ഇവര് മറ്റ് അതർ ഓർഗാനിസത്തിനെ ഇവർ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം, ബ്ലഡ് അഗാർ പറഞ്ഞില്ലേ നേരത്തെ, ആ ബ്ലഡ് അഗാർ ഒരു സെലക്റ്റീവ് മീഡിയ ആണ്, ഒരു എൻറിച്ച്ഡ് മീഡിയ ആണ്, ഒരു ഇൻഡിക്കേറ്റഡ് മീഡിയ ആണ്. ഏതൊരു എക്സാമ്പിൾ ചോദിച്ചാലും നമുക്ക് ബ്ലഡ് അഗാർ എഴുതാം. ബ്ലഡ് അഗാറിന്റെ കേസിലാണ് അവരെന്ത് ചെയ്യുക, ചിലപ്പോൾ ബ്ലഡ് അഗാറിന്റെ കേസിൽ അവർ ഇൻഹിബിറ്റ് ചെയ്യുക. ബ്ലഡിലെ ചില കമ്പോണൻസ് ചില ആൾക്കാരെ ഇൻഹിബിറ്റ് ചെയ്യും ഗ്രോത്തിനെ. എല്ലാ കേസിലും എല്ലാ എൻറിച്ച്ഡ് മീഡിയാസും ഇൻഹിബിറ്റ് ചെയ്യുന്നല്ല, അതിലെല്ലാം ഇൻഹിബിറ്റേഴ്സ് ഉണ്ടെന്നല്ല. ബ്ലഡ് അഗാറിന്റെ കേസിൽ ചില കമ്പോണൻസ് മറ്റുള്ള ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ സെലക്റ്റീവ് മീഡിയ? ദിസ് മീഡിയ അലൗസ് ദ ഗ്രോത്ത് ഓഫ് സർട്ടൻ മൈക്രോ ഓർഗാനിസം വൈൽ ഇൻഹിബിറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് അതേഴ്സ്.
ചില ഓർഗാനിസത്തിനെ മാത്രം ഗ്രോ ചെയ്ത് അവരെ എൻഹാൻസ് ചെയ്ത് കൊടുക്കും, മറ്റുള്ളവരെ അവരെ ബ്ലോക്ക് ചെയ്യും, അവരുടെ ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ഇറ്റ് ഇസ് എൻ അഗാർ ബേസ്ഡ് മീഡിയം. ഇതും ഒരു അഗാർ ബേസ്ഡ് മീഡിയം ആണ്, യൂസ് ടു ഐസൊലേറ്റ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ലാബ്. ജനറലി ലാബിൽ നമ്മൾ മൈക്രോ ഓർഗാനിസം ഐഡന്റിഫിക്കേഷൻ, നമ്മളിപ്പോൾ ഒരു ഓർഗാനിസം ആണ് ഇന്നതാണോ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ട്, എന്തെങ്കിലും ഒരു ഓർഗാനിസം ആണ്, അപ്പോൾ അവരുടെ സെലക്റ്റീവ് മീഡിയ നമ്മൾ എടുത്തിട്ട് നമ്മൾ ആ സെലക്റ്റീവ് മീഡിയയിലേക്ക് ഇവരെ ഗ്രോ ചെയ്യും. The selective media of microbes is decided by adding substances like antibiotics, dyes, bile salts or by pH adjustments. ആന്റിബയോട്ടിക്സ് ആഡ് ചെയ്യാം, ഡൈസ് ആഡ് ചെയ്യാം, ബൈൽ സോൾട്ട്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ pH അഡ്ജസ്റ്റ്മെന്റിലുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. ചില ഓർഗാനിസം, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അസിഡോഫൈൽസ്, ആൽക്കലോഫൈൽസ്, ന്യൂട്രോഫൈൽസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൽ അസിഡോഫൈൽസ് ആണെങ്കിൽ ഇപ്പോൾ അസിഡിക് pHൽ ഗ്രോ ചെയ്യുന്ന ഓർഗാനിസം ആണ്, ഇതിനെയാണ് നമുക്ക് കൾച്ചർ ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് കൊടുക്കും, ആ മീഡിയയിൽ pH അഡ്ജസ്റ്റ് ചെയ്യും, അസിഡിക് pHലേക്ക് മാറ്റിയിട്ട് ആ pH ഉള്ള മീഡിയയിലേക്ക് നമ്മൾ മിക്സർ ഗ്രോത്തിനെ നമ്മൾ സ്ട്രീക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ അസിഡിക് pHൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം അവിടെ ഗ്രോ ചെയ്യുകയും ബാക്കിയുള്ള ആൾക്കാരെല്ലാം അവരുടെ എല്ലാം ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതാണ് pHന്റെ ബേസിൽ. അതേപോലെ തന്നെ ബൈൽ സോൾട്ടും, ചില ഓർഗാനിസംസ് ബൈൽ സോൾട്ടിന്റെ പ്രസൻസിൽ ഗ്രോ ചെയ്യും, ചില ആൾക്കാർ ഗ്രോ ചെയ്യില്ല. പിന്നെ അതേപോലെ തന്നെ ആന്റിബയോട്ടിക്സ്, ചില പർട്ടിക്കുലർ ആന്റിബയോട്ടിക്സ് ചില ഓർഗാനിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും, മറ്റുള്ളവരെ അതിന് റെസിസ്റ്റന്റ് ആയിരിക്കും. ആ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, സെലക്റ്റീവായിട്ട് ഒരു ഓർഗാനിസത്തിനെ മാത്രം, നമ്മൾ വിചാരിക്കുന്ന പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മെയിനായിട്ട് സെലക്റ്റീവ് മീഡിയയിൽ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ ആന്റിബയോട്ടിക്സ് ആഡ് ചെയ്യും, ഡൈസ് ആഡ് ചെയ്യും, അതേപോലെ തന്നെ ബൈൽ സോൾട്ട്, pH അഡ്ജസ്റ്റ്മെന്റിലുള്ള കമ്പോണൻസ് എല്ലാം ആഡ് ചെയ്യും. ഓക്കെ, ഡൈസ് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഫീനോൾ റെഡ് പോലുള്ള നമ്മുടെ ഇതില മെക്കോങ്കി അഗാറിലൊക്കെ ഫിനോൾ റെഡ് ആഡ് ചെയ്യുന്നത്. ഫിനോൾ റെഡ് ഇൻഡിക്കേറ്റർ ഉണ്ട്, ആ ഇൻഡിക്കേറ്ററിന്റെ ബേസിസിൽ അത് പിങ്ക് കോളനീസ് ആണെങ്കിൽ ലാക്ടോസ് ഫെർമെന്റിങ്, യെല്ലോ കോളനീസ് ആണെങ്കിൽ നോൺ ലാക്ടോസ് ഫെർമെന്റിങ് എന്നൊക്കെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ സെലക്റ്റീവ് മീഡിയയിൽ നമുക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ മെക്കോങ്കി അഗാർ എഴുതാം. എക്സാമ്പിൾസ് ഏതിനുള്ള നമ്മുടെ സെലക്റ്റീവ് മീഡിയാസിനുള്ള എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് വൺ മാൻറ്റോൾ സോൾട്ട് അഗാർ, MSA എന്ന് പറയുമ്പോൾ ഇത് മെയിൻ ആയിട്ട് ഏതിന്റെ സെലക്റ്റീവ് മീഡിയ ആണ്, സ്റ്റഫലോകോക്കസ് ഓറിയസിന്റെ സെലക്റ്റീവ് മീഡിയ ആണ് മാൻറ്റോൾ സോൾട്ട് അഗാർ എന്ന് പറയുന്നത്. ഇവിടുത്തെ സോൾട്ട് കോൺസെൻട്രേഷൻ ഈസ് അബൌട്ട് 7% NaCl ആൻഡ് ഇൻഡിക്കേറ്റർ ഈസ് ഫീനോൾ റെഡ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ആ ഫീനോൾ റെഡ് ഇൻഡിക്കേറ്ററിന്റെ പ്രസൻസിനനുസരിച്ചിട്ട് അവർ ആ പിങ്ക് കളർ കോളനി ഉണ്ടാക്കുന്നുണ്ടോ, ആ ഒരു പിങ്ക് ഷെയ്ഡ് കളർ ചേഞ്ച് വരും, ആ മീഡിയക്ക് മൊത്തത്തിൽ ഒരു കളർ ചേഞ്ച് വരും, ഒരു യെല്ലോ കളർ ചേഞ്ച് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡിയോക്സിക്കോളൈൻ സിട്രേറ്റ് അഗാർ. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സാൽമോണലയ്ക്കും ഷിഗെല്ലയ്ക്കുമാണ്. സാൽമോണലയ്ക്കും ഷിഗെല്ലയ്ക്കും യൂസ് ചെയ്യുന്ന സെലക്റ്റീവ് മീഡിയ ആണ് ഡിയോക്സിക്കോളൈൻ സിട്രേറ്റ് അഗാർ. ഇവിടുത്തെ സെലക്റ്റീവ് ആ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന എല്ലാം സെലക്റ്റീവ് കമ്പോണൻസ് ആണ്. ആ മീഡിയയുടെ സെലക്റ്റീവ് കമ്പോണന്റ് എന്താണെന്നാണ്. ഫസ്റ്റ് പറഞ്ഞ മാൻറ്റോൾ സോൾട്ട് അഗാറിലെ സെലക്റ്റീവ് കമ്പോണന്റ് ആണ് NaCl, ഫിനോൾ റെഡ്. നെക്സ്റ്റ് പറയുന്ന ഡിയോക്സിക്കോളൈൻ സിട്രേറ്റ് അഗാറിന്റെ സെലക്റ്റീവ് കമ്പോണന്റ് ഏതൊക്കെയാണ്, സോഡിയം ഡിയോക്സിക്കോളൈറ്റ് ആണ്. ഓക്കെ, അടുത്തത് സാൽമോണല്ല ഷിഗെല്ല അഗാർ. സാൽമോണല്ല ഷിഗെല്ല അഗാറിന്റെ സെലക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത് ബൈൽ സോൾട്ട് ഉണ്ടായില്ല, അതേപോലെ തന്നെ ബ്രില്യൻ ഗ്രീൻ, സോഡിയം സിട്രേറ്റ്, ഇത്രയും ഉണ്ട്. ഈ കമ്പോണന്റ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇവരിൽ ഏത് മാത്രമേ ഗ്രോ ചെയ്യൂ, സാൽമോണലയും ഷിഗെല്ലയും മാത്രമേ ഗ്രോ ചെയ്യൂ. ബാക്കിയുള്ള ഒരാൾക്കാരും എന്ത് ചെയ്യില്ല, ഗ്രോ ചെയ്യില്ല. അവരെല്ലാം ഈ പറയുന്ന സെലക്റ്റീവ് കമ്പോണൻസ് ഇൻഹിബിറ്റ് ചെയ്യും ഗ്രോത്തിനെ. നെക്സ്റ്റ് മെക്കോങ്കി അഗാറിൽ ബൈൽ സോൾട്ട് കമ്പോണന്റ് ഉണ്ട്. ഇറ്റ് ഹെൽപ്സ് the growth of Enterobacteriaceae നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ബൈൽ സോൾട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ സെലക്റ്റീവ് മീഡിയ ആയതുകൊണ്ടാണ് ബൈൽ സോൾട്ടിന്റെ കേസ് വന്നത്. ഫിനോൾ റെഡ് ഇൻഡിക്കേറ്റർ വരുന്നത് നമ്മുടെ ഡിഫറൻഷ്യൽ മീഡിയയിലാണ്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ലാക്ടോസ് ഫെർമെന്റിങ് ആണ്, നോൺ ഫെർമെന്റിങ് ആണ്, അവിടെ എല്ലാവരും ഗ്രോ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ഇൻഹിബിഷനും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ആ ഒരു ഡിഫറൻഷിയേഷൻ അതിന്റെ ബേസിസിലാണെങ്കിൽ അതിനെ നമുക്ക് ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയാം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ഷനാണ്, പർട്ടിക്കുലർ ഓർഗാനിസത്തിനെ മാത്രം എന്തിന്റെ ബേസിസിൽ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ബൈൽ സോൾട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എൻട്രോബാക്ടീരിയ മാത്രം ഗ്രോ ചെയ്യുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും ഇൻഹിബിറ്റ് ചെയ്യും ഒരു പരിധി വരെ. വളരെ മൈന്യൂട്ട് എമൗണ്ടിൽ ചിലപ്പോൾ ഗ്രോ ചെയ്യുമായിരിക്കും, പക്ഷെ മെജോറിറ്റി അവര് ഇൻഹിബിറ്റ് ചെയ്യും. ദെൻ TCBS ഉള്ള ഇൻഹിബിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്, സെലക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ബൈൽ സോൾട്ട് ആയിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഐസൊലേഷൻ ഓഫ് വിബ്രിയോ കോളറ. ദെൻ ലോൺസ്റ്റൈൻ ജെൻസൺ മീഡിയം, LJ മീഡിയം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിനാണ്. അതിന്റെ സെലക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത് മാർക്കൈറ്റ് ഗ്രീൻ ആണ്. ഓക്കെ, ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ സെലക്റ്റീവ് മീഡിയം. മാൻറ്റോൾ സോൾട്ട് അഗാറുണ്ട്, ഡിയോക്സിക്കോളൈൻ സിട്രേറ്റ് അഗാറുണ്ട്, സാൽമോണല്ല ഷിഗെല്ല അഗാറുണ്ട്, ദെൻ മെക്കോങ്കി അഗാർ, TCBS, LJ മീഡിയം.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെലക്റ്റീവ് മീഡിയ. അപ്പം ബേസൽ മീഡിയ പറഞ്ഞു, then എന്താണ് എൻറിച്ച് മീഡിയ പറഞ്ഞു. ബേസൽ മീഡിയ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ എന്താ എൻറിച്ച് മീഡിയ പറഞ്ഞു. അടുത്ത് സെലക്റ്റീവ് മീഡിയ. അടുത്ത നെക്സ്റ്റ് വൺ ഈസ് എൻറിച്ച്മെന്റ് മീഡിയ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എല്ലാ മീഡിയാസും സോളിഡ് ഫോം ആയിരുന്നു. ഈ എൻറിച്ച്മെന്റ് മീഡിയം ആസ് ലിക്വിഡ് ഫോം. എൻറിച്ച്മെന്റ് മീഡിയം എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ഫോമിലുള്ള മീഡിയ ആണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എല്ലാം എന്തായിരുന്നു, സോളിഡ് ഫോം ആയിരുന്നു. ഇത് ലിക്വിഡ് ഫോം ആണ്. അപ്പോൾ നെക്സ്റ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ റിലേറ്റീവ് കോൺസെൻട്രേഷൻ ഓഫ് സർട്ടൻ മൈക്രോബ്സ് ബിഫോർ കൾച്ചറിംഗ് ദം ഓൺ സോളിഡ് മീഡിയ പ്ലേറ്റ്. സോളിഡ് മീഡിയത്തിൽ ഗ്രോ ചെയ്യിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഫീക്കൽ മാറ്റർ, ഇപ്പോൾ ഒരു ഫുഡ് പോയ്സണിങ് കേസ് വന്നു, ഫീക്കൽ മാറ്റർ ആണ് നമ്മുടെ എന്താന്ന് പറയുന്നത് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫീക്കൽ മാറ്ററിൽ നോർമൽ ഫ്ലോറാസ് ഉണ്ടാവും. അപ്പോൾ ഈ നോർമൽ ഫ്ലോറാസ് ഉള്ള ഈ സാധനത്തിന് എടുത്ത് ഡയറക്റ്റ്ലി നമ്മളിപ്പോൾ എന്താ സ്ട്രീക്ക് ചെയ്യുകയോ എന്തെങ്കിലും പ്ലേറ്റ് ചെയ്തെന്ന് വെച്ചോ, പ്ലേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക, നോർമൽ ഫ്ലോറാസ് ആണ് കൂടുതൽ എമൗണ്ട് ഉണ്ടാവുക. ചിലപ്പോൾ നമ്മുടെ ഇൻഫെക്ഷ്യസ് ഏജന്റ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് എമൗണ്ടിൽ ചിലപ്പോൾ ഫീക്കൽ മാറ്ററിൽ ഷെഡ് ചെയ്യുള്ളൂ. അപ്പം ആ മൈന്യൂട്ട് എമൗണ്ടിലുള്ള സാധനത്തിന് മറ്റവരെല്ലാം കൂടെ ഓവർഗ്രോ ചെയ്യുമ്പോൾ അതെന്താ ഇൻഹിബിറ്റഡ് ആയിപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുക, ഈസ് യൂസ് ടു അതായത് അവരുടെ ആ നമുക്ക് വേണ്ട ഓർഗാനിസത്തിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുക. അതാണ് നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എൻറിച്ച്മെന്റ് മീഡിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ഇൻക്രീസ് ദ റിലേറ്റീവ് കോൺസെൻട്രേഷൻ ഓഫ് സർട്ടൻ മൈക്രോബ്സ് ബിഫോർ കൾച്ചറിംഗ്. പ്ലേറ്റിൽ സോളിഡ് മീഡിയയിൽ പ്ലേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അവരുടെ കോൺസെൻട്രേഷൻ കൂട്ടുക. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബ്രോത്ത് മീഡിയം ആൻഡ് ഇൻഹിബിറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് കമൻസെൽ സ്പീഷീസ്. മെയിൻ ആയിട്ട് കമൻസെലിനെ എല്ലാം നമ്മുടെ നോർമൽ ഫ്ലോറാസിനെ എല്ലാം ഇവർ ഇൻഹിബിറ്റ് ചെയ്യും. ക്ലിനിക്കൽ സ്പെസിമെനിലുള്ള എല്ലാ നോർമൽ ഫ്ലോറാസിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട പെർട്ടിക്കുലർ പാത്തോജനിക് ഓർഗാനിസം ഏതാണോ അതിനെ മാത്രം ഗ്രോ ചെയ്യിക്കും. നെക്സ്റ്റ് എന്താ അപ്പം നമ്മൾ പറഞ്ഞു എന്തിനാ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, സോയിൽ, ഫീക്കൽ മാറ്റർ, ഇതിലൊക്കെ ഒത്തിരി സോയിലൊക്കെ ഒത്തിരി ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. ഒത്തിരി ജനറലി അവർ സാപ്രോഫൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണം. അതേപോലെ തന്നെ ഫീക്കൽ മാറ്റർ ആകുമ്പോൾ ഫീക്കൽ മാറ്ററിൽ നോർമൽ ഫ്ലോറാസ് ഉണ്ടാവും. അപ്പൊ ഈ നോർമൽ ഫ്ലോറാസ് ഒന്നും വരാതെ നമുക്ക് വേണ്ട പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ മാത്രം ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ എൻറിച്ച്മെന്റ് മീഡിയ, ലിക്വിഡ് മീഡിയാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ടെട്രാതൈനൈൽ ബ്രോത്ത്. ടെട്രാതൈനൈൽ ബ്രോത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ ഐസൊലേഷൻ ഓഫ് സാൽമോണല്ല ടൈഫി, സാൽമോണല്ല പാരാടൈഫി പോലുള്ള ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ ഇവർ എൻഹാൻസ് ചെയ്യുകയും നോർമൽ കോളിഫോംസിനെ ഇവർ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. ടെട്രാതൈനൈൽ ബ്രോത്ത് എന്തിനാണ് എൻഹാൻസ് ചെയ്യുന്നത്, പാരാടൈഫോയിഡും ടൈഫോയിഡും ഓർഗാനിസത്തിനെ ഇവർ ഗ്രോ ചെയ്യും, മറ്റുള്ളവരെല്ലാം ഇൻഹിബിറ്റ് ചെയ്യും. അതേപോലെ തന്നെ സെലിനേറ്റ് എഫ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ സാൽമോണല്ല ടൈഫിയെ എൻഹാൻസ് ചെയ്യുന്നതാണ്. സാൽമോണല്ല ടൈഫിക്ക് മാത്രമായിട്ട്, മറ്റേത് സാൽമോണല്ല ടൈഫിയും പാരാടൈഫിയും രണ്ടിനെയും ടൈഫോയിഡും പാരാടൈഫോയിഡും ബാസിലെ എൻഹാൻസ് ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഐസൊലേഷൻ ഓഫ് വിബ്രിയോ കോളറെ. ഫീക്കൽ മാറ്ററിൽ വിബ്രിയോ കോളറെ ഐസൊലേറ്റ് ചെയ്യാനാണ് നമ്മൾ ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ യൂസ് ചെയ്യുന്നത്. ദീസ് ആർ ദ സെലക്റ്റീവ് മീഡിയ, എക്സാമ്പിൾസ് ഫോർ സെലക്റ്റീവ് മീഡിയ. അപ്പോൾ ഏതൊക്കെയാണ്, ടെട്രാതൈനൈൽ ബ്രോത്ത് ഉണ്ട്, സെലിനേറ്റസ് ബ്രോത്ത് ഉണ്ട്, ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ ഉണ്ട്. ഇപ്പോൾ സെലക്റ്റീവ് മീഡിയ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ലിക്വിഡ്, ബേസിക്കലി ഇറ്റ് ഇസ് എ ലിക്വിഡ് മീഡിയ. നമ്മൾ സോളിഡ് മീഡിയയിലേക്ക് കൾച്ചർ ചെയ്യുന്നതിന് മുന്നേ ഈ ലിക്വിഡ് മീഡിയയിൽ നിന്ന് ആ കറസ്പോണ്ടിങ് നമുക്ക് വേണ്ട ഓർഗാനിസത്തിനെ നമ്മൾ ഹൈ കോൺസെൻട്രേഷനിൽ എന്ത് ചെയ്തെടുക്കും, ഗ്രോ ചെയ്യിച്ചെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലിക്വിഡ് മീഡിയാസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എൻറിച്ച്മെന്റ് മീഡിയ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻറിച്ച്മെന്റ് മീഡിയ എപ്പോഴും ലിക്വിഡ് ആയിരിക്കും, എൻറിച്ച്ഡ് മീഡിയ എപ്പോഴും സോളിഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പറയുന്നത് ഡിഫറൻഷ്യൽ മീഡിയ ആണ്. ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ വെരി മീഡിയം കണ്ടെയ്നിങ് സബ്സ്റ്റൻസസ് വിച്ച് ഹെൽപ്സ് ടു ഡിസ്റ്റിംഗ്വിഷ് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാക്ടീരിയ ഇസ് കോൾഡ് ഡിഫറൻഷ്യൽ മീഡിയ. ചില പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിസിൽ നമുക്ക് രണ്ട് രീതിയിൽ ഓർഗാനിസത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയാം. എക്സാമ്പിൾ മെക്കോങ്കി അഗാർ. ഈ മെക്കോങ്കി അഗാറിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് പെപ്റ്റോൺ, ലാക്ടോസ്, അഗാർ, ന്യൂട്രൽ റെഡ്, ടോറോകോളേറ്റ്. ദീസ് ആർ ദ കമ്പോണൻസ് ഓഫ് മെക്കോങ്കി അഗാർ. മെക്കോങ്കി അഗാറിന്റെ കമ്പോസിഷൻ എങ്ങനെയാണ്? ഓക്കെ, നേരത്തെ ഞാൻ മെക്കോങ്കി അഗാർ പറഞ്ഞ ഫിനോൾ റെഡ് ആ പറഞ്ഞ ഇൻഡിക്കേറ്റർ, ഫിനോൾ റെഡ് അല്ല ന്യൂട്രൽ റെഡ് ആണ് ഇൻഡിക്കേറ്റർ. ദെൻ പെപ്റ്റോൺ, ലാക്ടോസ്, അഗാർ, ന്യൂട്രൽ റെഡ് ആൻഡ് ടോറോകോളേറ്റ്. ടോറോകോളേറ്റ് എന്ന് പറഞ്ഞാൽ ബൈസോൾട്ട് ആണ്. നമ്മൾ നേരത്തെ ഡിഫറൻഷിയേറ്റിംഗ് മീഡിയയുടെ കേസ് പറയും. ടോറോകോളേറ്റ് എന്ന് പറയുന്നത് സെലക്റ്റീവ് മീഡിയ പറഞ്ഞപ്പോൾ പറഞ്ഞു മെക്കോങ്കി അഗാർ, അവിടെ ബൈസോൾട്ട് ആണ് അവിടുത്തെ സെലക്റ്റീവ് ഏജന്റ് എന്ന് പറയുന്നത്. അതാണ് ഈ ടോറോകോളേറ്റ് ആണ് ബൈസോൾട്ട് എന്ന് പറയുന്നത്. ഇവിടെ എന്താ ഡിഫറൻഷിയേറ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ലാക്ടോസ് ഫെർമെന്റിംഗ്, നോൺ ലാക്ടോസ് ഫെർമെന്റിംഗ്, LF ഉം NLF ഉം. LF എന്ന് പറയുമ്പോൾ ലാക്ടോസ്
LF ലാക്ടോസ് ഫെർമെന്റിങ്ങും NLF എന്ന് പറയുന്നത് നോൺ ലാക്ടോസ് ഫെർമെന്റിംഗ് ആണ്. ലാക്ടോസ് ഫെർമെന്റിംഗ് ആണെങ്കിൽ ദാറ്റ് ഗിവ്സ് പിങ്ക് കളർ. ആ ഓർഗാനിസം കോളനീസ് പിങ്ക് കളർ ആണെങ്കിൽ അവരെ നമുക്ക് എന്ത് പറയാം? ലാക്ടോസ് ഫെർമെന്റിംഗ് എന്ന് പറയാം. ആ ഒരു പിങ്ക് കളറേഷൻ ഇല്ലെങ്കിൽ അതിനെ നോൺ ലാക്ടോസ് ഫെർമെന്റിംഗ് എന്ന് പറയാം. ഇതാണ് ഈ മെക്കോഗി അഗാറിന്റെ ഡിഫറൻഷിയേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ലാക്ടോസ് ഫെർമെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടെങ്കിൽ ഒരു ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്തിട്ട് ഈ കമ്പണൻസിലുള്ള ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്തിട്ട് ഫെർമെന്റ് ചെയ്യുന്ന സമയത്ത് ന്യൂട്രൽ റെഡ് കളർ ചേഞ്ച് വരും. അപ്പൊ ആ കളർ ചേഞ്ച് ന്യൂട്രൽ റെഡ് ഇതിൽ പ്രസൻസിലാണ് ലാക്ടോസ് ഫെർമെന്റിംഗ് എന്തായി മാറുന്നത്? പിങ്ക് കളറിൽ കാണുന്നത്. അതേസമയം നോൺ ലാക്ടോസ് ഫെർമെന്റിംഗ് ആണെങ്കിൽ അവരെന്ത് ചെയ്യില്ല? ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യില്ല. അപ്പോൾ വേറെ കളർ ചേഞ്ച് ഒന്നുമില്ല. സോ കോളനിക്ക് നോർമൽ കളറുള്ള ഈ ഒരു പിങ്ക് കളറേഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ആ ഇതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്കിന്റെ ബേസിസിൽ നമ്മൾ ഒരു ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്യാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മീഡിയയാണ് ഡിഫറൻഷ്യൽ മീഡിയം എന്ന് പറയുന്നത്. എക്സാമ്പിൾ മെക്കോഗി അഗാർ. സിമ്പിൾ എക്സാമ്പിൾ ആണ് മെക്കോഗി. ലാക്ടോസ് ഫെർമെന്റിംഗ് നോൺ ഫെർമെന്റിംഗിന്റെ ബേസിസിലാണ് ഇവിടെ മെക്കോഗി അഗാറിൽ നമ്മൾ ഓർഗാനിസത്തിനെ എന്ത് ചെയ്യുന്നത്? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് അഗാറും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെയാ? ഹിമോളൈസിസ് ഉള്ളത് ഹിമോളൈറ്റിക്കും നോൺ ഹിമോളൈറ്റിക് എന്ന് പറയും. അത് ഒരു ഡിഫറൻഷിയേറ്റിംഗ് ക്യാരക്ടറാണ്. ആ ഓർഗാനിസത്തിന്റെ ചില ഓർഗാനിസം ഹിമോളൈറ്റിക് ആയിരിക്കും, ചിലത് നോൺ ഹിമോളൈറ്റിക് ആയിരിക്കും. അപ്പൊ അത് ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലേ? അതിന്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുവാണെങ്കിൽ അതിനെ നമുക്ക് അതുകൊണ്ട് ബ്ലഡ് അഗാറും ഒരു എന്താണ്? ഡിഫറൻഷ്യൽ മീഡിയക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ മീഡിയ. ഇൻഡിക്കേറ്റർ മീഡിയ എന്ന് പറയുമ്പോൾ contain indicator which changes the color when bacterium grows. ബാക്ടീരിയ ഗ്രോ ചെയ്യുന്ന സമയത്ത് കളർ ചേഞ്ച് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ മെക്കോഗി അഗാർ ഒരു എക്സാമ്പിൾ ആണ് ഇൻഡിക്കേറ്റർ മീഡിയ. ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. മെക്കോഗി അഗാർ ഇവിടെ എന്താ കളർ ചേഞ്ച്? ഓർഗാനിസം ലാക്ടോസ് ഫെർമെന്റിംഗ് ആണെങ്കിൽ പിങ്ക് കളർ ഉണ്ടാവും, നോൺ ഫെർമെന്റിംഗ് ആണെങ്കിൽ കളർ ചേഞ്ച് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഫസ്റ്റ് ബ്ലഡ് അഗാർ നേരത്തെ പറഞ്ഞില്ലേ, ബ്ലഡ് അഗാർ ഡിഫറൻഷ്യൽ മീഡിയ ആണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ മീഡിയ ആണ്. ഹിമോളൈസിസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഓർഗാനിസത്തിന് ചുറ്റും എന്താ? ഒരു ക്ലിയർ സോൺ ഫോം ചെയ്യും. ആ ക്ലിയർ സോൺ ഫോം ചെയ്യുകയാണെങ്കിൽ അവരെ ഹിമോളൈറ്റിക് ബാക്ടീരിയ എന്ന് പറയാം. ക്ലിയർ സോൺ ഫോർമേഷൻ ഇല്ലെങ്കിൽ നോൺ ഹിമോളൈറ്റിക് ബാക്ടീരിയ എന്ന് പറയാം. അങ്ങനെ അത് എന്താ? അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഡിക്കേറ്റർ മീഡിയ ആണ്. ഹിമോളൈസിസ് ആണ് ആ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിൽസൺ ബ്ലെയർ മീഡിയം. വിൽസൺ ബ്ലെയർ മീഡിയം എന്ന് പറയുന്നത് വിൽസൺ ബ്ലെയർ മീഡിയത്തിൽ സാൽമോണ ടൈഫി ബ്ലാക്ക് കളർ കോളനീസ് ഉണ്ടാവും ഇൻ പ്രസൻസ് ഓഫ് സൾഫൈറ്റ് കമ്പൗണ്ട് ഉള്ളത് കൊണ്ട് അവരെന്താ? ഒരു ബ്ലാക്ക് കളർ കോളനീസ് ഉണ്ടാക്കും. അപ്പോൾ these are the examples for indicator media. അപ്പോൾ indicator media എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു? ബ്ലഡ് അഗാർ, മെക്കോഗി അഗാർ, വിൽസൺ ബ്ലെയർ മീഡിയം. ബ്ലഡ് അഗാർ എന്ന് പറയുമ്പോൾ ഹിമോളൈസിസിന്റെ ബേസിസിൽ, മെക്കോഗി അഗാർ എന്ന് പറയുമ്പോൾ ലാക്ടോസ് ഫെർമെന്റിംഗ് നോൺ ഫെർമെന്റിംഗ്. നമ്മുടെ വിൽസൺ ബ്ലെയർ മീഡിയം എന്ന് പറയുമ്പോൾ സാൽമോണ ടൈഫി ആണെങ്കിൽ ബ്ലാക്ക് കളർ കോളനീസ് ഉണ്ടാവും. ഓക്കെ, ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീഡിയാസ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ട്രാൻസ്പോർട്ട് മീഡിയ. ട്രാൻസ്പോർട്ട് മീഡിയ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തിനാ? ട്രാൻസ്പോർട്ടേഷന് വേണ്ടി. നമ്മളിപ്പോൾ ഒരിടത്തു നിന്ന് ഒരു ക്ലിനിക്കൽ സാമ്പിൾ കളക്ട് ചെയ്തു. ഇപ്പൊ എല്ലാ ലാബ്സിലും എല്ലാ ടെസ്റ്റുകളും ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഓരോ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഓരോരുത്തരും ഓരോ ടെസ്റ്റുകൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സാമ്പിളിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണം. ഒരിടത്തു നിന്ന് വേറൊരിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നോർമൽ ഫ്ലോറാസ് ഉള്ള സാധനമാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സ്പ്യൂട്ടം പോലുള്ള സാധനങ്ങളൊക്കെയാണ്. സ്പ്യൂട്ടത്തിൽ നമ്മൾ കഫ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമ്മുടെ നോർമൽ ഫ്ലോറാസ് വരാം മൗത്തിൽ. അപ്പൊ അങ്ങനെ നോർമൽ ഫ്ലോറാസ് ലിവർ കയറി ഓവർഗ്രോ ചെയ്യും. അപ്പൊ നമ്മളിപ്പോ TB സസ്പെക്ട് ചെയ്യാണ്. ഓവർഗ്രോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് TB ബാസിലെ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? ഇവരെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഓർഗാനിസം വളരെ പെട്ടെന്ന് ഈ ഓർഗാനിസം ഡിസ്ട്രോയ് ആയി പോവുകയും ചെയ്യും ചില ഓർഗാനിസംസ്. അപ്പൊ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. എൻവയോൺമെന്റ് മാറുമ്പോൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ആയി പോകും. അങ്ങനെയുള്ള ഓർഗാനിസത്തിനും എന്ത് ചെയ്യുക? ട്രാൻസ്പോർട്ട് മീഡിയ അത്യാവശ്യമാണ്. ഒരിടത്തു നിന്ന് വേറൊരിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൾച്ചറിന് ഡിലേ ഉണ്ടെങ്കിലും ഇവരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ട്രാൻസ്പോർട്ട് മീഡിയയിൽ നമ്മൾ കീപ്പ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ കൾച്ചറിങ് ഡിലേ ഉള്ള കേസിൽ അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് മീഡിയയിൽ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നോർമൽ ഫ്ലോറാസ് ഉള്ളവരാണെങ്കിൽ നോർമൽ ഫ്ലോറാസ് കയറി ഓവർഗ്രോ ചെയ്യും. അപ്പൊ നമ്മൾ ഏത് ഓർഗാനിസത്തിനെയാണ് സസ്പെക്ട് ചെയ്യുന്നത് അവരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ട്രാൻസ്പോർട്ട് മീഡിയ എന്ന് പറയുന്നത് ദിസ് മീഡിയ ഈസ് യൂസ്ഫുൾ ഫോർ ക്ലിനിക്കൽ സ്പെസിമെൻ ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. വിച്ച് ആർ റിക്വയർഡ് ടു ബി ട്രാൻസ്ഫേർഡ് ഇമീഡിയറ്റ്ലി ടു ലാബിൽ നമ്മൾ ഒരു സാമ്പിൾ കിട്ടിയാൽ ഉടനെ ലാബിലേക്ക് എത്തിക്കണം. ഒരു ഡിലേ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഡിലേ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ട്രാൻസ്പോർട്ട് മീഡിയ. ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മെയിൻറ്റെയിൻ ദ വയബിലിറ്റി ഓഫ് ദ പൊട്ടൻഷ്യൽ മൈക്രോ ഓർഗാനിസംസ്. നമുക്ക് പൊട്ടൻഷ്യൽ പാത്തോജനെ എന്ത് ചെയ്യും? ഇവരെ വയബിൾ മീൻസ് ലിവിങ്. അവരുടെ ആ ഒരു ലൈഫ് അവർ സേവ് ചെയ്യും. കാരണം പെട്ടെന്ന് വേറെ പുറത്തെ എൻവയോൺമെന്റിലേക്ക് വരുവാണ്.
ആ സാമ്പിളിലേക്ക് വരുമ്പോൾ ആ എൻവയോൺമെന്റ് മാറുമ്പോൾ എന്താ സംഭവിക്കുക? ഇവർക്ക് ഡീകേ ആയിപ്പോ, ആ ഗ്രോത്ത്, ആ ഓർഗാനിസം ഡിസ്ട്രോയ് ആയിപ്പോ. ആ ഡിസ്ട്രോയ് ആയി പോവാതെ ഓരോ ഓർഗാനിസം ആണെങ്കിലും അതങ്ങനെ കീപ്പ് ചെയ്യണം. അതിന്റെ വയബിലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ ട്രാൻസ്പോർട്ട് മീഡിയ യൂസ് ചെയ്യും. അതേപോലെ തന്നെ പ്രിവെന്റ് ദ ഓവർ ഗ്രോത്ത് ഓഫ് കമൻസെൽ. ഇപ്പൊ യൂറിനൊക്കെ ആണെങ്കിൽ യൂറിനിൽ കമൻസെൽസ് ഒത്തിരി ഉണ്ടാവും നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത്. അതേപോലെ തന്നെ സ്പ്യൂട്ടോ ആണെങ്കിലും കമൻസെൽ വരും, മൗത്ത് ഫ്ലോറാസ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കമൻസെൽസിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുകയും ഓവർ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുകയും ഈ ഉള്ള ഓർഗാനിസത്തിനെ അങ്ങനെ തന്നെ എന്താ കീപ്പ് ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ട്രാൻസ്പോർട്ട് മീഡിയയുടെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ട് മീഡിയ എന്ന് പറയുമ്പോൾ which is required which is used to maintain the viability of potential pathogen and to prevent the overgrowth of commensal bacteria. Then some of them are semi-solid in consistency. ഈ ട്രാൻസ്പോർട്ട് മീഡിയ ചിലത് സെമി സോളിഡ് ആണ്. Examples are Sachs buffered glycerol saline. Next, Caribbean transport and Venkataraman Ramakrishnan media. Then Pikes media. These are the examples for transport media. Sachs buffered glycerol saline എന്ന് പറയുമ്പോൾ it is used to transport feces from patients suspected to bacillary dysentery. Bacillary dysentery അതായത് ഷിഗല്ല സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻസിന്റെ എന്താ സാമ്പിൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ ആ ഫീക്കസിൽ നോർമൽ ഫ്ലോറാസ് ഒത്തിരി ഉണ്ടാവും. അപ്പോൾ ഫീക്കസിൽ ഈ നോർമൽ ഫ്ലോറാസ് കയറി ഓവർഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷിഗല്ലയുടെ എന്താ ഗ്രോത്തിനെ അത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? സാക്സ് ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ യൂസ് ചെയ്തത്. ഇതിലേക്ക് ഫീക്കസ് ആഡ് ചെയ്തിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ടൈമിൽ അത് എങ്ങനെയാണോ എത്ര ഓർഗാനിസം അതിലുണ്ടോ അതേപോലെ തന്നെ പ്രിസർവ് ചെയ്ത് വെക്കും അതിനെ. ഓക്കെ, ദെൻ കാരിബ്ലെയർ ട്രാൻസ്പോർട്ട് ആൻഡ് വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ മീഡിയം എന്ന് പറയുമ്പോൾ ഇതും ഫീക്കൽ സാമ്പിളിനാണ്. മെയിനായിട്ട് ഫീക്കൽ സാമ്പിൾസിനാണ് മെയിനായിട്ട് എന്താ ട്രാൻസ്പോർട്ട് മീഡിയം. അതേപോലെ തന്നെ നമ്മുടെ എന്താ ത്രോട്ട് സാമ്പിൾസ്, സ്പ്യൂട്ടം പോലെ സാമ്പിൾസിനും മറ്റുമൊക്കെയാണ് മെയിനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് മീഡിയയുടെ അത്യാവശ്യം വന്നത്. കാരണം അവിടെയൊക്കെ മെയിനായിട്ട് കളക്ട് ചെയ്യുന്ന സമയത്ത് ഒത്തിരി നോർമൽ ഫ്ലോറാസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കാരിബ്ലെയർ ട്രാൻസ്പോർട്ട് ആൻഡ് വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ മീഡിയം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ എന്തിനാ ഏത് ഓർഗാനിസത്തിനെ കീപ്പ് ചെയ്യാനാ? കോളറ പേഷ്യൻസിന്റെ വിബ്രിയോ കോളറ ഓർഗാനിസത്തിന് അതിനെ അങ്ങനെ തന്നെ അതിന്റെ വയബിലിറ്റി കീപ്പ് ചെയ്യാനാണ് നമ്മൾ മെയിനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ മീഡിയം യൂസ് ചെയ്യുന്നത്. ദെൻ പൈക്സ് മീഡിയം എന്ന് പറയുമ്പോൾ ത്രോട്ട് സ്പെസിമെൻ ആണ്. സ്ട്രെപ്റ്റോകോക്കയൊക്കെ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ട്രെപ്റ്റോകോക്കയെ കീപ്പ് ചെയ്യാനായിട്ട് സ്ട്രെപ്റ്റോകോക്കയെ അതേ രീതിയിൽ അതിനെ എന്താ പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ടാണ് നമ്മൾ പൈക്സ് മീഡിയം യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാച്ച് ബഫേഴ്സ് ഗ്ലിസറോൾ സലൈൻ ഉണ്ട്, കാരിബ്ലെയർ ട്രാൻസ്പോർട്ട് ആൻഡ് വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ മീഡിയം ഉണ്ട്, പൈക്സ് മീഡിയം ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ട്രാൻസ്പോർട്ട് മീഡിയ. നെക്സ്റ്റ് പറയുന്നത് അനൈറോബിക് മീഡിയ. അനൈറോബിക് മീഡിയ എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ ആബ്സെൻസിൽ ഗ്രോ ചെയ്യുന്ന ഓർഗാനിസംസ് ഉണ്ടായിരുന്നു. ഇത് ഒബ്ലിഗേറ്റ് അനൈറോബ്സ് ഉണ്ടാവും, സ്ട്രിക്റ്റ് അനൈറോബ്സ്. ഓക്സിജന്റെ പ്രസൻസിൽ അവർ ഒരിക്കലും ഗ്രോ ചെയ്യില്ല. ഓക്സിജൻ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തായി പോകും? ഡിസ്ട്രോയ് ആയി പോകും, സർവൈവ് ചെയ്യില്ല. അങ്ങനെയുള്ള ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മീഡിയ ആണ് അനൈറോബിക് മീഡിയ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് എയറോബിക് ഓർഗാനിസത്തിനുള്ള മീഡിയാസ് ആണ്. ഇത്രയും നേരം പറഞ്ഞു വന്ന ഓർഗാനിസംസിനെ തന്നെ അനൈറോബിക് കണ്ടീഷനിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യിക്കാം. അത് കുഴപ്പമില്ല. ബ്ലഡുകാരൊക്കെ അനൈറോബിക് ചേമ്പറിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഗാനിസം ഗ്രോ ചെയ്ത് വരും. അങ്ങനെയല്ല, ജനറലി നമ്മൾ പുറത്തേക്ക് തന്നെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ജനറലി യൂസ് ചെയ്യുക? എയറോബിക് ഓർഗാനിസംസ് ആണ് അതിലെല്ലാം ഗ്രോ ചെയ്യുക. പക്ഷെ എപ്പോഴാണോ അനൈറോബിക് കണ്ടീഷൻ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അനൈറോബിക് ഓർഗാനിസംസും ഗ്രോ ചെയ്യും. Then next, anaerobic media. This media is used for the anaerobic bacteria which require low oxygen level, extra nutrients and reduced oxidation reduction potential. It is supplemented with hemin and vitamin K nutrients. ഹെമിനും വൈറ്റമിൻ കെ ന്യൂട്രിയൻസും ആയിരിക്കും മെയിൻ ആയിട്ട് അനൈറോബിക് മീഡിയയിൽ ഉണ്ടാവുക. പിന്നെ ഓക്സിജൻ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യും. വാട്ടർ ബാത്തിൽ വെച്ച് വരെ ഹീറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇവരിലുള്ള ഓക്സിജൻ റിമൂവ് ആയി പോകും. ഓക്കെ, എന്നിട്ട് ഇതിന്റെ പുറത്തേക്ക് ഒരു തിൻ പാരഫിൻ ഫിലിം ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ പാരഫിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എയറുമായിട്ട് കോണ്ടാക്ട് വരില്ല അവർക്ക്. ആ ഒരു ഫിലിം എന്താ ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. എൻവയോൺമെന്റുമായിട്ട് ഇവർക്കുള്ള ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ it is supplemented with hemin and vitamin K nutrients and oxygen is removed by boiling in water bath. ഈ വാട്ടർ ബാത്തിൽ ബോയിൽ ചെയ്ത ശേഷം നമ്മൾ എന്താ ആഡ് ചെയ്യും? ഉടനെ പാരഫിൻ ആഡ് ചെയ്യണം. ഇല്ലെങ്കിൽ വീണ്ടും എൻവയോൺമെന്റായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഓക്സിജന്റെ പ്രസൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. Then examples are thioglycolic growth and Robertson cooked meat medium are commonly used for Clostridium species. Clostridium species എന്ന് പറഞ്ഞാൽ അനൈറോബിക് ഓർഗാനിസം
ഓർഗാനിസമാണ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ അനേറോബിക് മീഡിയസ്, ഫോർ എക്സാമ്പിൾ ഈ ആർ.സി. റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയ ഒക്കെ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലോസ് സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അനേറോബിക് മീഡിയ എന്ന് പറയുന്നത് എന്താണ്? അനേറോബിക് ബാക്ടീരിയ ഗ്രോ ചെയ്യിക്കാനുള്ള മീഡിയയാണ് അനേറോബിക് മീഡിയ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ബ്ലഡ് അഗാറൊക്കെ തന്നെ ആയാലും അവരിലും അനേറോബിക് ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യാം. എങ്ങനെയാ? അവരെ അനേറോബിക് എൻവയോൺമെന്റിൽ കീപ്പ് ചെയ്യണം. ആ പ്ലേറ്റ് അനേറോബിക് എൻവയോൺമെന്റിൽ കീപ്പ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ അനേറോബിക് മീഡിയാസിൽ അവരെ കൾട്ടിവേറ്റ് ചെയ്യും. അപ്പൊ ഇത്രയാണ് മീഡിയാസ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ബേസൽ മീഡിയ, എൻറിച്ച്ഡ് മീഡിയ, സെലക്റ്റീവ് മീഡിയ, ഇൻഡിക്കേറ്റർ മീഡിയ, എൻറിച്ച്മെന്റ് മീഡിയ, ഡിഫറൻഷ്യൽ മീഡിയ, ട്രാൻസ്പോർട്ട് മീഡിയ ആൻഡ് ഫൈനലി അനേറോബിക് മീഡിയ. ദീസ് ആർ ദ മീഡിയാസ്. അതായത് അവരുടെ ന്യൂട്രീഷണൽ കമ്പോണൻസിന്റെ കെമിക്കൽ കമ്പോസിഷന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മീഡിയാസിനെ കുറിച്ചാണ്. എന്തിനാണ് മീഡിയ, എന്തിനാ ഒരു ബേസൽ മീഡിയ നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നു, മീഡിയാസ് എന്തിനാണ്, മീഡിയ എന്തിനാണ്? ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നമ്മളൊരു ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യാനാണ് മെയിനായിട്ട് നമ്മൾ മീഡിയ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, ദെൻ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സിന്റെ അനുസരിച്ചിട്ട് കെമിക്കൽ കമ്പോസിഷൻ, ഇതിന്റെയൊക്കെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ തറവായിട്ട് പഠിക്കുക. എക്സാമ്പിൾസ് ഒത്തിരി ഇതിൽ നിന്ന് ഒത്തിരി MCQനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പേരുകൾ പറയുമ്പോഴത്തേക്കും ഇൻഡിക്കേറ്ററും എൻറിച്ച്മെന്റും എന്നൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ MCQs നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതും വർക്കൗട്ട് ചെയ്യുക. കംപ്ലീറ്റ് തറവാക്കി തന്നെ പോവാം. ഓക്കെ, താങ്ക് യു.